ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചക്രവാതം. അധ്യായം 6. ഒരു ചെരുവ് നിറയെ മീൻ. കടപ്പുറത്ത് കട്ടിയും ത്രാസും വെച്ച് തൂക്കിയല്ല മീനിന്റെ തൂക്കവും വിലയും നിർണ്ണയിക്കുന്നത്. കണ്ണുകൾ കൊണ്ടാണ് അളക്കുന്നതും തൂക്കുന്നതും. പിന്നെയുള്ളത് കുട്ടവട്ടികളുടെ അളവാണ്. വിൽക്കുമ്പോഴും ദാനം ചെയ്യുമ്പോഴും ആരും തൂക്കി നോക്കാറില്ല. ശൗരിക്കുട്ടിയുടെ മത്തിവലയിൽ കുടുങ്ങിയ മീനുകളെല്ലാം പെറുക്കി കൂട്ടിയപ്പോൾ ഒരു ചരുവം മീനുണ്ടായിരുന്നു. 7-8 കിലോ തൂക്കം വന്നേക്കുമെന്ന് ശൗരിക്കുട്ടി മനക്കണക്ക് കൂട്ടി. അമ്മ, കറിക്ക് മാത്രം എടുത്തിട്ട് ബാക്കി അയലന്തരത്ത് കൊടുത്തേക്കണേ. ശൗരിക്കുട്ടി തനിയെ കടലിൽ പോയി പിടിച്ച മീനാണ്. ആരോടും കണക്ക് ബോധിപ്പിക്കാനില്ല. തരകനോ കോരുകാരനോ കൊടുക്കണ്ട. ശൗരിക്കുട്ടി കടലിൽ നിന്ന് കോരിയ മീൻ ശൗരിക്കുട്ടിക്ക് തോന്നിയതുപോലെ ചെയ്യാം. കറിക്കുള്ള മീൻ എടുത്ത് മാറ്റിവെച്ചിട്ട് എമിലി 7 അയൽക്കാർക്ക് മീൻ വിതരണം ചെയ്തു. എൻ്റെ ശൗരിക്കുട്ടി ഒറ്റയ്ക്ക് കടലിൽ പോയി വലയിട്ട് പിടിച്ചോണ്ട് വന്ന മീനാ. ആ പൊങ്ങുംതടിയെ കയറിപ്പോയിട്ട് അവൻ ഇത്രയും മീൻ പിടിച്ചാ? മറിയമ്മയ്ക്ക് അതിശയം. അവൻ പറയണത് ഇനിയും പിടിക്കാമെന്നാ. ഒരു ദിവസം തന്നെ 3-4 തവണ കടലിൽ പോകാം. ചെലവൊന്നുമില്ലെന്ന്. മണ്ണെണ്ണ വേണ്ട, ചെലവ് കാശ് വേണ്ട, കഞ്ഞിയും കറിയും വെക്കണ്ട, എമിലി വിശദീകരിച്ചു. എന്നാലും ഒറ്റയ്ക്കല്ലേ എമിലി? ഒന്ന് തലകറങ്ങി വീണ ആര് കാണാനാ? കരയാണെങ്കിൽ വേണ്ടൂല്ല, കടലല്ലേ. അങ്ങനെ തലകറങ്ങി വീഴാനാണെങ്കിൽ എവിടെല്ലാം വീഴാം. ബൈക്ക് ഓടിക്കുന്നവന് വീഴാലോ, മരത്തിൽ കയറുന്നവന് വീഴാലോ, പോസ്റ്റൽ കയറുന്നവന് വീഴാലോ. എമിലി പറഞ്ഞ ന്യായം ശരിയെന്ന് കണ്ട് മറിയമ്മ പിന്നെ തർക്കിച്ചില്ല. ശൗരി പിറ്റേന്ന് പുലർച്ചയ്ക്ക് വലയും പൊന്തുമായി കടലിൽ ഇറങ്ങി. വൈകുന്നേരം വരെ ശൗരി പൊന്തിൽ മീൻ പിടിച്ചു കഴിഞ്ഞു. അതിനിടെ 4 വട്ടം കരയിൽ വന്നു. ഉച്ചവരെ കിട്ടിയ മീൻ കടപ്പുറത്ത് കൊണ്ടുവന്ന് മീൻകാരി പെണ്ണുങ്ങൾക്ക് വിറ്റു. ഉച്ചയ്ക്ക് ശേഷം പിടിച്ച മീൻ കുറെ കറിക്കെടുത്തു. വൈകുന്നേരം പൊന്ത് കരയ്ക്കടുപ്പിച്ച് ജീസസ് വള്ളത്തിന് സമീപം കെട്ടിയിട്ട് ശൗരി വീട്ടിൽ ചെന്നു. അമ്മ, വലയിൽ മീനിരിക്കണ, ആരെങ്കിലും പോയി പെറുക്കണം, ശൗരി എമിലിയോട് പറഞ്ഞു. കുഞ്ഞന്ന ജാനറ്റിനെയും കൂട്ടി കടപ്പുറത്ത് പോയി. ഉടക്കുവലയിൽ നിന്ന് മീൻ പെറുക്കുന്നത് ശ്രമകരമായ ജോലിയാണ്. ചെകിള കുരുങ്ങിയ മീനുകളെ വലക്കണ്ണി പൊട്ടാതെ ഊരിയെടുക്കണം. 300-400 മാറ് നീളവും 3 മാറ് ഇറക്കവുമുള്ള വലയാണ്. ജാനറ്റും കുഞ്ഞന്നയും കൂടിയിരുന്ന വല മുഴുവൻ നിവർത്തി മീനുകളെ പെറുക്കി കുട്ടയിലിട്ടു. വല താങ്ങിപ്പിടിച്ചുകൊണ്ടുപോയി കടൽ വെള്ളത്തിൽ ഉലച്ചു കഴുകി പൊന്തിന് സമീപം കൊണ്ടുവന്ന് മാടിയിട്ടു. ജാനറ്റിന് ആദ്യം വല നിവർത്താൻ പേടിയായിരുന്നു. കാരണം മീൻ മാത്രമല്ല വലയിലുണ്ടാവുക. ഞണ്ടുകൾ, ആമക്കുഞ്ഞുങ്ങൾ, വിവിധ തരത്തിലുള്ള കക്കകൾ, കടൽ സസ്യങ്ങൾ, ചത്ത മീനുകളുടെയോ കരയ്ക്ക് നിന്ന് വലിച്ചെറിഞ്ഞ ജീവികളുടെയോ ശരീരാവശിഷ്ടങ്ങൾ, കടൽ പായൽ, ചിലപ്പോൾ പാമ്പുകളും ഉണ്ടാകും. മീനല്ലാതെ മറ്റെന്തെങ്കിലും കണ്ടാൽ ജാനറ്റ് അതിൽ തൊടാനറച്ച് മാറിയിരിക്കും. കുഞ്ഞന്നയ്ക്ക് ഒന്നിനെയും ഭയമില്ല. പാമ്പായാലും തേളായാലും ഞണ്ടായാലും കുഞ്ഞന്ന പുല്ലുപോലെ എടുത്തുകളയും. ശൗരിക്കുട്ടി തൻ്റെ കടലിൽ പണിക്കും തിരിച്ചുവരവിനും മീൻ വിൽപ്പനയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു ടൈം ടേബിൾ സ്വയം ഉണ്ടാക്കി. അതിരാവിലെ കടലിൽ പണിക്കിറങ്ങിയാൽ 8 മണിയോടെ തിരിച്ചെത്തും. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് 10 മണിക്ക് പോയാൽ 2 മണിക്ക് മീനും വലയുമായി വന്നു ചേരും. പിന്നെ ഒരു തവണ കൂടിയേ കടലിൽ പോകൂ. ആദ്യത്തെ 2 തവണയും മീൻ പെറുക്കുന്നതും വല മാടുന്നതും വലയുടെ അറ്റകുറ്റപ്പണി ചെയ്യുന്നതും കുഞ്ഞന്നയും എമിലിയും കൂടിയാണ്. വൈകുന്നേരത്തെ മീൻ പെറുക്കാൻ ജാനറ്റിനെയും ഡെന്നിച്ചിനെയും കൂട്ടും. ശരാശരി 1000 രൂപയ്ക്കടുത്ത് ദിവസ വരുമാനം ശൗരിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ശൗരിയുടെ മീൻ വാങ്ങാൻ മീൻകാരി പെണ്ണുങ്ങളുണ്ടാകും. വൈകിട്ടത്തെ മീൻ വാങ്ങാൻ ചില പതിവുകാരെയും കുഞ്ഞന്ന കണ്ടെത്തി. ശൗരിക്കുട്ടിയുടെ മീൻ പച്ചയാണെന്നും അതിൽ ഐസ് ചേർത്തിട്ടില്ലെന്നും അതിനേക്കാൾ ഫ്രഷായ മീൻ കിട്ടാനില്ലെന്നും അനുഭവസ്ഥർക്ക് അറിയാം. ശൗരിക്കുട്ടിയുടെ മാർക്കറ്റ് ചെറുതായിരുന്നെങ്കിലും അവന് ആവശ്യമുള്ള കച്ചവടം ദിവസേന നടക്കുന്നുണ്ടായിരുന്നു. അപൂർവം ചില ദിവസങ്ങളിൽ മാത്രമേ മീൻ കിട്ടാതെ വരികയുള്ളൂ. എന്നാലും കറിക്കുള്ള മീനുണ്ടാകും. ശൗരിക്കുട്ടി പൊന്തു വാങ്ങിച്ചതും അവൻ തനിയെ കടലിൽ പോയി മീൻ പിടിക്കുന്നതും ഇഷ്ടപ്പെടാത്തതായി ഒരാൾ മാത്രമേ ചെല്ലിക്കടപ്പുറത്തുള്ളൂ. അത് മറ്റാരുമല്ല, കാരക്കാട്ട് സൈമൺ തരകൻ തന്നെ. ചെല്ലിക്കടപ്പുറത്തു നിന്ന് ശൗരിക്കുട്ടി എന്ന തൻ്റെ പ്രതിച്ഛായയെ തൻ്റെ മാന്യതയ്ക്കും കീർത്തിക്കും പ്രതാപത്തിനും അന്തസ്സിനും ഭംഗം വരുത്തുന്ന വൃത്തികെട്ട ജീവിയെ ഒഴിവാക്കാൻ കാരക്കാട്ട് സൈമൺ കണ്ടുപിടിച്ച മാർഗമായിരുന്നു ഒരു വള്ളത്തിലും അവനെ കയറ്റാതിരിക്കുക എന്നത്. അത് ഫലപ്രദമായി നടപ്പിലാക്കി. അപ്പോഴും അവൻ നാടുവിട്ടു പോകാതെ മറ്റു കടപ്പുറങ്ങളിൽ തൊഴിൽ തേടിയപ്പോൾ അയാൾ ആശ്വസിച്ചത് തനിക്ക് അവനെക്കൊണ്ട് ചെല്ലിക്കടപ്പുറത്ത് ശല്യമില്ലല്ലോ എന്നായിരുന്നു. ചെല്ലിക്കടപ്പുറത്തു നിന്ന് അവനെ ഒഴിവാക്കി. അപ്പോഴിതാ അവൻ പൊന്ത് എന്നൊരു വിചിത്ര വസ്തുവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു.
ശൗരിക്കുട്ടിയെ കടലിൽ വിലക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അയാൾ തല പുകഞ്ഞ് ആലോചിച്ചു. അടയ്ക്ക പോലിരുന്ന ചെക്കൻ കമുകുപോലെ വളരുകയാണ്. അവനെ തുടച്ചു നീക്കാമായിരുന്ന അവസരങ്ങൾ താൻ പാഴാക്കി കളഞ്ഞുവെന്ന് സൈമൺ തരകൻ പരിതപിച്ചു. അവൻ ഇനിയും വളർന്ന് ചെല്ലിക്കടപ്പുറത്ത് ഒരൊറ്റയാനെ പോലെ നിലകൊണ്ടാൽ പിന്നെ മരണം വരെ ആളുകൾ അവൻ്റെ പേരും തൻ്റെ പേരും കോർത്തിണക്കിക്കൊണ്ട് പരിഹാസ്യമായ ഒരു പിതൃപുത്രബന്ധം സ്ഥാപിക്കുകയും അതിന് രഹസ്യാത്മകമായ ഒരംഗീകാരം കൊടുക്കുമെന്നും സൈമൺ തരകൻ അറിയാം. വളർന്നു വലുതാകുന്ന തൻ്റെ മക്കൾക്ക് കൂടി ആ അപമാനം താങ്ങേണ്ടി വരും. തൻ്റെ അനുജനല്ലേടാ ആ കടപ്പുറത്തൂടെ നടക്കുന്ന ശൗരിക്കുട്ടി എന്ന ചോദ്യം തൻ്റെ മക്കൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല. കടലിൽ വെച്ച് അവന് ഒരു പണി കൊടുത്താലോ എന്ന് സൈമൺ തരകൻ പലകുറി ആലോചിച്ചതാണ്. പക്ഷേ കടൽ ഒരു മറയുമില്ലാതെ പരന്നു കിടക്കുന്നതുകൊണ്ട് ഒരു വള്ളമോ ബോട്ടോ ഇറക്കിയാൽ കടലിൽ വെച്ച് ഒരേറ്റുമുട്ടലോ കൊലപാതകവുമോ നടത്തിയാൽ കരയിലും കടലിലും എത്ര കണ്ണുകൾ അത് കാണുന്നുണ്ടെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ല. പൊന്ത് കരകാണ കടലിലേക്ക് പോയി മീൻ പിടിക്കാറുമില്ല. കടലിൽ വെച്ച് കഥ കഴിക്കണമെങ്കിൽ രാത്രിയെ പറ്റൂ. പക്ഷേ ശൗരിക്കുട്ടിക്ക് പൊന്തിൽ രാത്രി മീൻപിടുത്തമില്ല. ഏതെങ്കിലും വള്ളത്തിൽ അവനെ ആകർഷിച്ച് കയറ്റിക്കൊണ്ടുപോയി അടിച്ചുകൊന്ന് കടലിൽ താഴ്ത്തുന്ന കാര്യം വരെ സൈമൺ തരകൻ ആലോചിച്ചതാണ്. ഏതെങ്കിലും ബോട്ടുടമയോ വള്ളക്കാരനോ ചെന്ന് ശൗരിക്കുട്ടിയോട് ചോദിക്കുന്നു, നീ ഞങ്ങളുടെ ബോട്ടിൽ വരുന്നോ പുറംകടലിൽ പോയി മീൻ പിടിക്കാൻ? തീർച്ചയായും ശൗരിക്കുട്ടി ആ ചൂണ്ടയിൽ കൊത്തും. പക്ഷേ ശൗരിക്കുട്ടി പുറപ്പെടും മുൻപ് എല്ലാവരോടും പറയും താൻ ഇന്ന വള്ളത്തിലാണ് കടലിൽ പോകുന്നതെന്ന്. അവനെ കാണാതായാൽ പോലീസ് വന്ന് വള്ളം കസ്റ്റഡിയിലെടുക്കും. വള്ളത്തിലെ തൊഴിലാളികളെയെല്ലാം ചോദ്യം ചെയ്യും. അവനൊരു കുട്ടിയായിരുന്നപ്പോൾ എന്തു ചെയ്തിരുന്നാലും ഇത്ര കണ്ട് പബ്ലിസിറ്റി കിട്ടുമായിരുന്നില്ല. ഇന്ന് ചെല്ലിക്കടപ്പുറത്ത് ശൗരിക്കുട്ടിയെ അറിയാത്തവരില്ല. അവൻ വെറുതെ ഇരിക്കുന്നവനോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യുന്നവനോ ആയിരുന്നെങ്കിൽ ഇത്ര കണ്ട് ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. കടപ്പുറത്ത് അവനെന്നും സംസാര വിഷയമാണ്. ശൗരിക്കുട്ടി പിടിക്കുന്ന മീൻ, അവൻ്റെ വല, അവൻ്റെ പൊന്ത്, അവൻ്റെ സാമർഥ്യം, അവൻ്റെ ധൈര്യം, ഇതിനെപ്പറ്റിയെല്ലാം ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു കൂട്ടിച്ചേർക്കലുണ്ടാകും. അതാണ് അപമാനകരം. എന്തൊക്കെ പറഞ്ഞാലും ശരി, കാരക്കാട്ട് സൈമൺ തരകൻ്റെ സന്തതിയല്ലേ, മോശം വരുമോ? സൈമൺ തരകൻ ഇത് നേരിട്ട് കേട്ടിട്ടില്ല. എങ്കിലും പലരും പറഞ്ഞതായി എൽസമ്മ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. ആ പറഞ്ഞവൻ്റെ തന്തയ്ക്ക് സൈമൺ തരകൻ വിളിക്കുമ്പോൾ എൽസമ്മയ്ക്ക് ചിരി വരും. ആരുടെയെങ്കിലും തന്തയ്ക്ക് സൈമൺ തരകൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മറുപടിക്ക് പഴുതില്ലാതെ അയാൾ തോറ്റു എന്ന് തന്നെയാണ്. ചെല്ലിക്കടപ്പുറത്തു നിന്ന് ശൗരിക്കുട്ടിയെ തുരത്തുന്നതിനെപ്പറ്റി ആലോചിക്കാൻ സൈമൺ തരകൻ തൻ്റെ അംഗരക്ഷകരുമായി ഒരു ഗൂഢാലോചന നടത്തി. അവനെ വളർത്താൻ വിട്ട ഭയങ്കര പ്രശ്നമാ, ഏലിയസ് ഉത്സാഹത്തോടെ പറഞ്ഞു. ഇപ്പം തന്നെ അവൻ കടപ്പുറത്തെ ഒരാളാ. 14 വയസ്സ് തികഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഡാൻഡസ് കുഞ്ഞിൻ്റെ പ്രായം. എന്തു ചെയ്യണമെന്ന് നിങ്ങൾ പറ. ആ ചെയ്ത്താൻ കുഞ്ഞിനെ പിടികിട്ടാൻ വലിയ പാടാ. കടലിൽ വെച്ച് പിടിക്കാൻ പറ്റുവോ? ഇല്ല. കരയിൽ വെച്ച് പറ്റുവോ? അതുമില്ല. അവനെ വല്ല കാട്ടിലും കിട്ടിയാൽ കൊള്ളാം, ബ്രിട്ടോ പറഞ്ഞു. ഇങ്ങനെ പോയ ഒരു 10 വർഷത്തിനകത്ത് അവൻ കടപ്പുറത്തെ രാജാവാ. ചെല്ലിക്കടപ്പുറം അവൻ്റേതാകും. ഏലിയാസ് 2 കളം നീക്കി വെച്ചു കൊടുത്തു. ഇപ്പം അവൻ പൊന്തു വാങ്ങിച്ച് കടലിപ്പണിക്ക് പോണു. നാളെ അവൻ വള്ളം മേടിക്കും. അത് കഴിയുമ്പോൾ ബോട്ട് മേടിക്കും. ചെല്ലിക്കടപ്പുറം അവൻ പിടിച്ചെടുക്കും. ദോഷം പറയരുതല്ല. എന്തോ പറയാൻ വന്നിട്ട് ഏലിയാസ് പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. എന്താടാ പറയാൻ വന്നേ? ഒന്നുമില്ല മുതലാളി. നീ പറയാൻ വന്നത് എന്താന്ന് പറയടാ. ഒന്നുമില്ല. സൈമൺ തരകൻ കൈ നിവർത്തി ഏലിയാസിൻ്റെ ചെകിട്ടത്ത് ഒന്ന് പൊട്ടിച്ചു. തല്ലിയത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായില്ല? സൈമൺ തരകൻ ചോദിച്ചു. മനസ്സിലായി. കവിളത്ത് കൈത്തലം പൊത്തിക്കൊണ്ട് ഏലിയാസ് പറഞ്ഞു. ഇനി പറയടാ, എന്താ ഉദ്ദേശിച്ചേ? സൈമൺ മുതലാളിയുടെ അല്ലേ മോൻ? ഇനി മേലിൽ നിന്റെ മനസ്സിൽ പോലും തോന്നല്ല. കടപ്പുറത്തുകാരെല്ലാം പറയണുണ്ട്. അത് പോരാഞ്ഞിട്ടാണോടാ നീ? അറിയാതെ വന്നതാ മുതലാളി. അറിയാതെ വരരുത് ഇനി. അവനെ രാത്രി കടലിൽ കിട്ടിയ ഞങ്ങൾ തട്ടിക്കൊള്ളാം, ബ്രിട്ടോ പറഞ്ഞു. അവൻ രാത്രി കടലിൽ പോണില്ലല്ലോ. ചിലപ്പം പോകും മുതലാളി. നമ്മളെല്ലാം ഇണക്കി വെച്ചിട്ട് കാക്കണം. അവനെന്ത് സംഭവിച്ചാലും ചെല്ലിക്കടപ്പുറംകാർ പറയും അതിനു പുറകിൽ സൈമൺ തരകൻ്റെ കൈയുണ്ടെന്ന്. ഇല്ലേ ബ്രിട്ടോ? സൈമൺ തരകൻ ചോദിച്ചു. ശരിയാ, ബ്രിട്ടോ പിന്താങ്ങി. ഒരു ബോട്ട് കൊണ്ടിടിച്ച് അവൻ്റെ പൊന്തു തകർത്താൽ പറ്റുകയല്ലേ? ഇല്ല മുതലാളി, ബോട്ടിനെല്ലാം പേരുണ്ടല്ലോ. അതുമാത്രമല്ല, കടലിൽ തെറിച്ചു വീണാലും അവൻ നീന്തിക്കയറും. വച്ചുകൊണ്ടിരുന്ന വലിയ തലവേദനയായിട്ട് വരും മുതലാളി. കാരക്കാട്ടുകാർ അവനെ പേടിച്ച് ജീവിക്കേണ്ടി വരും. എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ ആലോചിക്ക്. പൈസ എത്ര വേണമെങ്കിലും ഞാൻ തരാം. കൊച്ചിയിന്ന് കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവന്ന് കാണിച്ചാലോ? സൈമൺ തരകൻ ചോദിച്ചു. ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ലല്ലോ മുതലാളി. മുതലാളിയാണ് കൊല്ലിച്ചതെന്ന് തോന്നിക്കരുതല്ലോ. അവിടല്ലേ പ്രശ്നം.
എത്ര ആലോചിച്ചിട്ടും സൈമൺ തരകന് ഒരെത്തും പിടിയും കിട്ടിയില്ല. ഒടുവിൽ ഇത്രയും പറഞ്ഞു: അവനെ ഈ കടപ്പുറത്തുനിന്ന് ഓടിച്ചാൽ മതി. വേറെ ഏതെങ്കിലും കടപ്പുറത്ത് പോട്ട് അവിടെ വെച്ച് വല്ലതും ചെയ്യാം. ശൗരിക്കുട്ടി ചെറിയഴീക്കലും ചെല്ലാനത്തുമൊക്കെ പണിക്ക് പോയപ്പോൾ ഇത് ചെയ്യാമായിരുന്നുവെന്ന് അവർ കുണ്ഠിതപ്പെട്ടു. അവൻ്റെ പൊന്ത് നമ്മുടെ കടപ്പുറത്ത് കയറ്റരുതെന്ന് പറഞ്ഞാലോ? വട്ടോളി ശിവൻ ഒരു ഭേദഗതി നിർദ്ദേശിച്ചു. പക്ഷേ എല്ലാ വള്ളങ്ങളും കരയ്ക്ക് കയറ്റുമ്പം അവൻ്റെ പൊന്തു മാത്രം കയറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അതും ആളുകൾ പറഞ്ഞു നടക്കും. സൈമൺ തരകന് അതും ഒരു നല്ല ആശയമായി തോന്നിയില്ല. വ്യക്തമായ ഒരു തീരുമാനമില്ലാതെ ആ കൂടിയാലോചന പിരിഞ്ഞു. ബസ്സിൽ നിന്നിറങ്ങിയിട്ട് ജാനറ്റ് തൻ്റെ യൂണിഫോം ചുളിഞ്ഞത് നേരെ വലിച്ചിട്ടു. ബസ്സിൽ പൂഴിമണ്ണ് വാരിയിട്ടാൽ താഴെ വീഴാത്തത്ര തിരക്കായിരുന്നു. ചെല്ലി കലുങ്കുപടി ജംഗ്ഷനിൽ നിന്നാണ് ജാനറ്റിന് പോകേണ്ടത്. കലുങ്കുപടി ജംഗ്ഷനിലെത്തിയപ്പോൾ പതിവ് പോലെ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളും അതിലിരിക്കുന്ന യുവാവും അവളുടെ കണ്ണിൽപ്പെട്ടു. അവളുടെ കാലുകളിൽ വിറപടർന്നു. ആ ബുള്ളറ്റിന് മുൻപിൽ കൂടി വേണം അവൾക്ക് കടന്നു പോകാൻ. ജാനറ്റ് തലകുനിച്ച് നടന്നു. അവൻ്റെ കണ്ണുകൾ തന്നെ അടിമുടി ഒഴിയുന്നുണ്ടെന്ന് ജാനറ്റിനറിയാം. അതിനാൽ അല്പം ചൂളിയാണ് അവൾ നീങ്ങിയത്. എന്തിനാ ഇങ്ങനെ ഇല്ലാത്ത കൂന ഉണ്ടാക്കുന്നേ? നേരെ നിവർന്ന് നടന്നുകൂടെ? അവൻ ചോദിച്ചു. അവൾ പേടിച്ചരണ്ട മട്ടിൽ അവനെയൊന്ന് പാളി നോക്കി. എന്നിട്ട് തല താഴ്ത്തി. നടപ്പിന് വേഗം കൂടി. മിക്കവാറും എന്നും ഇത് തന്നെയാണ് സ്ഥിതി. ഈ അവസ്ഥ തരണം ചെയ്തു വേണം അവൾക്ക് കടന്നു പോകാൻ. തീർന്നിട്ടില്ല. അടുത്ത സർക്കസ് അഭ്യാസം ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. ബുള്ളറ്റിൻ്റെ സൈലൻസറിൽ നിന്ന് ഗുടുഗുടു ശബ്ദം കേട്ടു തുടങ്ങിയതോടെ അതേ വേഗത്തിൽ അതേ സ്വരത്തിൽ അവളുടെ ഹൃദയവും മിടിക്കാൻ തുടങ്ങി. അവൻ പിന്നാലെ വരുന്നതറിഞ്ഞ് അവൾ റോഡരികെ ചേർന്ന് പരമാവധി ഒതുങ്ങി. അവൻ്റെ ബൈക്ക് വലിയ ശബ്ദമുണ്ടാക്കി. അവളുടെ നെഞ്ചു കിടുക്കിക്കൊണ്ട് അവളെ മുട്ടിയുരുമി എന്നോണം കടന്നുപോയി. അവൾ കനാൽ ഭാഗത്തെത്തിയപ്പോൾ വീണ്ടും ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ട് നടുങ്ങി. മുൻപിലെത്തിയപ്പോൾ അവൻ വേഗത നന്നേ കുറച്ചു. എന്നിട്ട് കൺകോണിലൂടെ അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞു: ലവ് യു, ഐ ലവ് യു ജാനറ്റ്. അവൾ നടുങ്ങി നിന്നു. അവനൊന്ന് ചിരിച്ചിട്ട് ബൈക്കെടുത്തു പോയി. അതിൻ്റെ സൈലൻസറിലെ കാറ്റ് അവളുടെ ദേഹത്തടിച്ചു. അവൻ്റെ പേര് റോയ് സൈമൺ, സൈമൺ തരകൻ്റെ മൂത്ത പുത്രൻ. ആ തിരിച്ചറിവാണ് അവളെ ഇത്രയേറെ ഭയവിഹുലയാക്കുന്നത്. അധ്യായം 7. വീട്ടിലേക്കുള്ള മൺപാതയിലൂടെ നടക്കുമ്പോൾ ജാനറ്റിൻ്റെ വലിയ പേടി അവൻ വീണ്ടും ബൈക്കുമായി വരുമോ എന്നതായിരുന്നു. അവൻ എന്താണ് പറഞ്ഞിട്ട് പോയത്? ഓർത്തപ്പോൾ അവളുടെ ഉള്ളം കിടിലം കൊണ്ടു. കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകന് പ്രേമിക്കാൻ താൻ ആരാണ്? അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഉഴറി നടക്കവേ ഇടികുടുങ്ങുന്നത് പോലൊരു ശബ്ദം അവൾ കേട്ടു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ വരികയാണ്. ജാനറ്റിൻ്റെ കാലുകളിൽ വിറപടർന്നു. ശരീരം ഇപ്പോൾ കുഴഞ്ഞു വീഴുമെന്നായി. അവൾ നന്നേ തലതാഴ്ത്തി നടന്നു. അവൻ അവളെ തൊട്ടില്ലെന്ന മട്ടിൽ കടന്നുപോയി. കടപ്പുറം വരെ ബൈക്ക് ഓടിച്ചു പോയിട്ട് അവൻ തിരികെ വന്നു. അപ്പോഴും ഹൃദയം പൊട്ടുമാറ് അവളുടെ ചങ്കിടിപ്പ് ഉയർന്നു. അവൾക്ക് കടന്നു പോകാൻ പറ്റാത്ത വിധം അല്പം ചെരിച്ച് ബൈക്ക് നിർത്തിയിട്ട് അവൻ അവളെ നോക്കി ചിരിച്ചു. അവൾ തല കുമ്പിട്ട് വിറയിലോടെ നിന്നു. ദേ ഇവിടെ നോക്ക്, അവൻ പറഞ്ഞു. അവൾക്ക് മുഖമുയർത്താൻ ധൈര്യം വന്നില്ല. മുഖത്തോട്ട് നോക്കത്തില്ലേ? അപ്പോഴും അവൾ അനങ്ങാതെ നിന്നു. ഞാൻ മുൻപേ പറഞ്ഞത് കേട്ടായിരുന്നോ? കേട്ടെന്നോ ഇല്ലെന്നോ അവൾ പറഞ്ഞില്ല. മുഖമുയർത്തി നോക്കിയതുമില്ല. എന്തെങ്കിലും ഒന്ന് പറ, അല്ലാതെ പോകാൻ പറ്റത്തില്ല. പേടികൊണ്ട് ജാനറ്റിൻ്റെ തൊണ്ട വരണ്ടു. പറ, കേട്ടെന്നോ ഇല്ലെന്നോ പറ. ഒടുവിൽ അവൾ സകല ശക്തിയും സംഭരിച്ചു പറഞ്ഞു. കേട്ടു. ഇത് പറയാനാണോ ഇത്ര പാട്? അവൻ ത്രോട്ടിൽ തിരിച്ചപ്പോൾ വീണ്ടും ഇടുനാദം പോലെ ശബ്ദമുണ്ടായി. അടുത്ത നിമിഷം അവൻ്റെ ബൈക്ക് കുതിച്ചു പാഞ്ഞു. അവൻ പോയില്ലെങ്കിൽ താൻ അവിടെ കുഴഞ്ഞു വീഴുമായിരുന്നെന്ന് ജാനറ്റിന് തോന്നി. താൻ എന്തിന് ഇത്രയധികം പേടിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആൺകുട്ടികൾ എന്തെങ്കിലും പറയാനായി അടുത്തേക്ക് വരുമ്പോഴുള്ള ചങ്കിടിപ്പിനെക്കുറിച്ചും വേവലാതിയെക്കുറിച്ചും കൂട്ടുകാരികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ജാനറ്റ് ചിന്തിച്ചിട്ടുണ്ട്, എന്താണിത്ര പേടിക്കാൻ? നമ്മളെപ്പോലെ തന്നെ മനുഷ്യരല്ലേ ആൺകുട്ടികളും? ഇപ്പോൾ അവൾക്ക് മനസ്സിലായി, അവർ മനുഷ്യരല്ല, വേറെന്തോ ജീവികളാണ്. ഒരാൾ ഒരു വടിവാളോ വെട്ടുകത്തിയോ എടുത്ത് ചീറിക്കൊണ്ടു വന്നാലും ഇത്ര കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ശക്തി വീണ്ടു കിട്ടിയപ്പോൾ അവൾ ചുറ്റും നോക്കിക്കൊണ്ട് വലതുഭാഗം മുന്നോട്ട് നീക്കി. നടക്കാൻ കഴിയുന്നുണ്ട്. പാദങ്ങളിൽ നിന്ന് മണ്ണിലേക്ക് ആണി തറയ്ക്കപ്പെട്ടിട്ടില്ല. ഓരോ കാലിലും ഓരോ ടൺ ഭാരം കെട്ടിത്തൂക്കിയിട്ടുമില്ല. അവൻ അടുത്തു വന്നതും ബൈക്ക് നിർത്തി സംസാരിച്ചതും ആരെങ്കിലും കണ്ടോ? ഒരൊറ്റ മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാനില്ല. അവൻ അടുത്തു വന്നപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യജീവിയെ കണ്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ആരും കണ്ടിട്ടില്ലായിരിക്കണമേ എന്ന പ്രാർത്ഥനയാണ് മനസ്സിൽ. അവൻ എന്തുദ്ദേശിച്ചാണ് തൻ്റെ അടുക്കൽ വന്നത്? കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകന് പ്രേമം തോന്നാൻ വേറെ പെൺകുട്ടികൾ ആരെയും കണ്ടില്ലേ?
താൻ ആരാണെന്ന് അവൻ കരുതി. കടപ്പുറത്ത് ദാരിദ്ര്യ ദുഃഖത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന പെണ്ണ്, അവനോ രാജാവിൻ്റെ മകൻ. വേറൊന്നുകൂടി അവൾ ഓർത്തു, ശൗരിക്കുട്ടി ആരാണെന്ന് അവനറിയില്ലേ? അവൻ്റെ അതേ അപ്പൻ തന്നെയാണ് ശൗരിക്കുട്ടിയുടേതും. ആരും പ്രത്യക്ഷത്തിൽ അംഗീകരിക്കുന്നില്ലെങ്കിലും അവർ സഹോദരങ്ങളാണ്. താനും ശൗരിക്കുട്ടിയും ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ കാരക്കാട്ടെ സൈമൺ തരകൻ്റെ മകൻ തൻ്റെയും സഹോദരനാണ്. അവന് അതൊന്നും അറിയാഞ്ഞിട്ടാണോ? അതോ അത്തരം ബന്ധങ്ങൾക്ക് അവൻ ഒരു വിലയും കൊടുക്കുന്നില്ലേ? അതോ ശൗരിക്കുട്ടിയെ അവൻ സൈമൺ തരകൻ്റെ മകനായി കാണുന്നില്ലേ? വീട്ടുമുറ്റത്ത് ചെന്ന് കയറിയതൊന്നും ജാനറ്റ് അറിഞ്ഞതേയില്ല. വീട്ടിൽ ആരോടെങ്കിലും സംഭവം പറയണോ എന്ന് അവൾ ആലോചിച്ചു. മനസ്സിൽ ഒരു വടംവലി നടക്കുകയാണ്. പറയണം, പറയണ്ട. നീ എന്താടി സ്കൂളിൽ നിന്ന് വന്നിട്ട് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നോ? എമിലിയുടെ ചോദ്യം അവളെ ഞെട്ടിച്ചു. ഞാൻ എന്തോ മറന്നുപോയതുപോലെ. ജാനറ്റ് വിക്കി. എന്തു മറന്നു? ക്ലാസ്സിൽ എന്തെങ്കിലും മറന്നു വെച്ചിട്ട് പോന്നോ? അതാ ഞാനും ആലോചിക്കുന്നേ. വേഗം ഡ്രസ്സ് മാറ്റിയിട്ടിട്ട് കടപ്പുറത്തോട്ട് വാ. മീൻ പെറുക്കണം. ശൗരിക്കുട്ടി പൊന്ത് കരയ്ക്കടുപ്പിച്ച് കാണും. വൈകുന്നേരം 5-6 മീൻ വിൽക്കാനുള്ളതാ. ഞാൻ വരണോ അമ്മേ? എന്താ നിനക്ക് വന്നാ? ഈ മീൻ്റെ നാറ്റം പോകത്തില്ലമ്മേ. എത്ര കുളിച്ചാലും. അടുത്തിരിക്കുന്ന കുട്ടികൾ എപ്പോഴും പറയും ഞാൻ മുക്കുവത്തിയാണെന്ന്, എനിക്ക് മീനിൻ്റെ മണമാണെന്ന്. ആണെങ്കിൽ എന്നാടി, നിനക്ക് കുറച്ചില്ല. മീൻ്റെ നാറ്റം വേണം. അതിൻ്റെ മേത്തിന്ന് പോകാൻ പാടില്ല. അതാ നിന്റെ ചോറ്, നിന്റെ ഉടുപ്പ്, നിന്റെ പഠിപ്പ് എല്ലാം അതാ. അതിന് മീൻ മണക്കണമെന്നുണ്ടോ? എന്താടി മണത്താ? നിന്റെ ആങ്ങളയുണ്ടല്ലോ, നിന്നേക്കായാലും 4 വയസ്സിനെളുപ്പം. 10 വയസ്സ് മുതൽ അവൻ നല്ലപോലെ മീൻ നാറുന്ന പണി ചെയ്തിട്ടാ നീ പഠിച്ച് ഇത്രടം വരെ എത്തിയത്. നിനക്കെന്താ കുറച്ചില്ല? അമ്മ, കളിയാക്കുന്ന കൂട്ടുകാര്. മീൻകൂടത്തിലാണോ ഞാൻ കിടന്നുറങ്ങണേന്ന്? മീൻ പറത്തലാണോ പണിയെന്ന്? ആണെന്ന് പറയണമെടി. മീനെക്കൊണ്ട് ജീവിക്കുന്നോള് പിന്നെന്തു പറയണം? ഞാൻ വരാം വല കിള്ളാൻ. എൻ്റെ മെക്കെട്ട് കയറണ്ട, ജാനറ്റ് ചൊടിച്ചു. സ്കൂൾ യൂണിഫോം മാറ്റി ഒരു നീല ഹാഫ് സ്കേർട്ടും വെള്ള ഷർട്ടും ബ്ലൗസും ഇട്ട് അവൾ പോകാൻ തയ്യാറായി. അത് അവളുടെ ഹൈസ്കൂൾ യൂണിഫോം ആയിരുന്നു. എമിലി അവൾക്കൊരു കട്ടൻ കാപ്പി ഇട്ടുകൊടുത്തു. അത് കുടിച്ച ശേഷം അവൾ അമ്മയോടൊപ്പം കടപ്പുറത്തേക്ക് പോയി. ഇറുകിയ ഷർട്ട് ബ്ലൗസും ഇറക്കം കുറഞ്ഞ പാവാടയും കണ്ട് എമിലി പറഞ്ഞു, ഇനി ഇതൊന്നും ഇടണ്ട, ആ പ്രായം കഴിഞ്ഞു. ഇതിനെന്താ കുഴപ്പം? പിന്നിട്ടില്ലല്ലോ. ജാനറ്റ് തൻ്റെ ഉടുവസ്ത്രം നോക്കി. 10ൽ പഠിക്കുമ്പം നിന്റെ മുട്ടിന് കീഴെ ഇറങ്ങിക്കിടന്ന പാവാടയാ. ഇപ്പോൾ മുട്ടപ്പം. അതിനിപ്പോൾ എന്താ? എന്താണെന്ന് നിനക്കറിയില്ല. ഞാൻ കാണുന്നുണ്ടല്ലോടി. നീ നടക്കുമ്പോൾ കടപ്പുറത്തെ ആൺകുട്ടികളുടെ കണ്ണ് നിന്റെ കാലിന്മേല. നോക്കട്ടെ വൃത്തികെട്ടവന്മാര്. ജാനറ്റ് പിറുപിറുത്തു. നോക്കട്ടെന്നാ? അമ്മ, നമ്മൾ എന്തിട്ടാലും അവന്മാർ നോക്കും. എക്സ്റേ കണ്ണാടി വെച്ച് നോക്കും. എന്നാലും നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കണം. നിനക്ക് വയസ്സ് 17 കഴിഞ്ഞ്. മകൾക്കുണ്ടാകുന്ന മാറ്റം എമിലി കാണുന്നുണ്ട്. 15 വയസ്സ് വരെ വെളുത്തു മെലിഞ്ഞ് കപ്പക്കൊള്ളി പോലിരുന്ന പെണ്ണാണ്. 2 വർഷം കൊണ്ട് എന്ത് പോഷകാഹാരം കഴിച്ചിട്ടാണെന്നറിയില്ല. പെണ്ണങ്ങ് തുടുത്തു ചുവന്ന് കാലത്ത് വിരിഞ്ഞ റോസാപ്പൂ പോലെ വിളങ്ങുന്നു. ഭംഗിയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റ് അലങ്കാരങ്ങളും ഇല്ലാതെ തന്നെ ആര് കണ്ടാലും അവളെ ഒന്നും കൂടി നോക്കും. തൂനെറ്റിയും മയങ്ങിയ മിഴിയിണകളും ചോര തൊട്ടെടുക്കാവുന്ന കവിൾത്തടങ്ങളും തുടുത്തുലർന്ന ചുണ്ടുകളും ഇരുണ്ട് തഴച്ച മുടിയും ചുഴിയുള്ള താടിത്തുമ്പും ചിരിക്കുമ്പോഴത്തെ നുണക്കുഴിയും ഇത്തിരി നീണ്ട മൂക്കും എല്ലാം ചേർന്ന് അവളുടെ മുഖത്തിന് 7 അഴകാണെന്ന് മറിയമ്മ പറയും. മറ്റുള്ളവരുടെ കണ്ണ് തട്ടാതിരിക്കാൻ ഒഴിഞ്ഞിടണേയെന്ന് ഉപദേശിക്കുകയും ചെയ്യും. എമിലി അവളുടെ കണങ്കാലുകൾ നോക്കി. ആരിലും കൊതിയുണർത്തുന്ന അഴകൊത്ത കാൽവണ്ണകൾ. കടൽക്കാറ്റടിച്ച് പാവാട ഒട്ടിച്ചേരുമ്പോൾ കാലുകളുടെ അഴകളവുകൾ അരക്കെട്ടുവരെ കൃത്യമാണ്. ഇനി അവളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ അമ്മയും അപ്പനും തന്നെ കാത്തു സൂക്ഷിച്ച പോലെ. തനിക്ക് 16 വയസ്സ് കടന്നപ്പോൾ മുതൽ അമ്മ എന്നും വഴക്കായിരുന്നുവെന്ന് എമിലി ഓർത്തു. ഞെളിഞ്ഞു നിൽക്കരുത്, കുനിഞ്ഞു നിൽക്കരുത്, കാലിന്മേൽ കാൽ കയറ്റി വയ്ക്കരുത്, കാലകറ്റിയിരിക്കരുത്, ഹുക്കുകൾ ഇടാൻ മറക്കരുത്, ആണുങ്ങൾക്കൊപ്പം ഇരിക്കരുത്. എന്തെല്ലാം വിലക്കുകളായിരുന്നു. അന്നൊക്കെ അമ്മയോട് തോന്നിയ ദേഷ്യത്തിന് അതിരില്ല. ഇന്ന് മകളൊരുത്തി പ്രായമെത്തി നിൽക്കുമ്പോൾ ആ വിലക്കുകളുടെ വില അറിയുന്നു. ജാനറ്റിനെ പോലെ സുന്ദരിയായിരുന്നു താനുമെന്ന് എമിലി ഓർത്തു. ആഞ്ചലോസും സുന്ദരനായിരുന്നു. തങ്ങൾക്ക് പിറന്ന മകൾക്ക് ആ അഴക് അല്പമെങ്കിലും കൂടുതൽ കിട്ടിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. എമിലിയും ജാനറ്റും കടപ്പുറത്തെത്തിയപ്പോൾ ശൗരിക്കുട്ടി പൊന്തും വലയും കരയ്ക്ക് വലിച്ചു കയറ്റി കാത്തു നിൽക്കുകയാണ്. ശൗരിക്കുട്ടി അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഒത്തിരി നേരമായോടാ ശൗരി? എമിലി ചോദിച്ചു. 1/2 മണിക്കൂറായി. എന്നിട്ട് അവൻ ജാനറ്റിനെ സൂക്ഷിച്ചു നോക്കി.
അനുജനാണെങ്കിലും നോട്ടം കണ്ടപ്പോൾ ജാനറ്റിൻ്റെ നെഞ്ചിൽ ഒരാന്തലുണ്ടായി. ആ സൈമൺ മുതലാളിയുടെ മോൻ ചേച്ചിയുടെ അടുത്ത് ഇന്ന് വട്ടം ചുറ്റി കളിച്ച ശൗരിക്കുട്ടിയുടെ ചോദ്യത്തേക്കാൾ തീക്ഷ്ണമായിരുന്നു നോട്ടം. ജാനറ്റിന് റോയ് സൈമൺ അടുത്തു വന്നപ്പോഴുണ്ടായ അതേ നെഞ്ചിടിപ്പ് അനുഭവപ്പെട്ടു. എമിലി അന്തം വിട്ട് അവനെയും പിന്നെ മകളെയും നോക്കി. ചോദിച്ചതിന് ഒരു മറുപടി പറ. ശൗരിക്കുട്ടിയുടെ സ്വരത്തിന് മൂർച്ചയേറി. അധ്യായം 8. ശൗരിക്കുട്ടിയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിനിടയിൽ ജാനറ്റ് കരഞ്ഞുപോയി. അവൾ മനസ്സാവാച ചിന്തിച്ച കാര്യമല്ല. കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകന് തൻ്റെ പുത്രിയിൽ ഒരു കണ്ണുണ്ടെന്ന അറിവ് എമിലിക്കൊരു നടുക്കമായി. നീ എന്താടി വീട്ടിൽ വന്ന ഉടനെ പറയാതിരുന്നത്? എമിലി മകളെ ചോദ്യം ചെയ്തു. പറയണോ വേണ്ടയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എടി, ഒരുത്തൻ നിന്റെ പുറകിന് വന്ന് ശല്യപ്പെടുത്തിയ ആ വിവരം വീട്ടിൽ പറയണോ വേണ്ടയോ എന്ന് നിനക്കറിയത്തില്ലേ? എനിക്ക് പേടിയായിട്ടാ. എമിലി മകളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അവൾ പറയുന്നത് സത്യമാണെന്ന് എമിലിക്ക് തോന്നി. കാരക്കാട്ടെ ആണുങ്ങളെല്ലാം അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവന്മാരാ. ഒറ്റയൊരുത്തനില്ല കൊള്ളാവുന്നത്. എമിലി അമർഷത്തോടെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ആ ചെറ്റെ ഓർക്കണ്ടേ, അവൻ ആരാണെന്നും നീ ആരാണെന്നും. എമിലിയുടെ ആ പറച്ചിലിൽ എല്ലാം അടങ്ങിയിരുന്നു. നീ എങ്ങനെയാ ശൗരിക്കുട്ടി അറിഞ്ഞേ? നീ കടലിലല്ലായിരുന്നോ? എന്നോട് ഡൈനി വിളിച്ചു പറഞ്ഞതാ ഫോണിന്ന്. ശൗരിക്കുട്ടിയുടെ കൈവശം മൊബൈൽ ഫോണുള്ള കാര്യം അപ്പോഴാണ് എമിലി ഓർത്തത്. ആ റോയ് സൈമൺ കുറേ ദിവസമായിട്ട് ഈ ചെല്ലിമുക്കിലൊക്കെ ബുള്ളറ്റേ വന്ന് കറങ്ങുന്നെന്ന്. അതും ജാനറ്റ് ചേച്ചി സ്കൂളിൽ നിന്ന് വരുന്ന സമയം നോക്കി. അവനൊന്നും പേടിക്കാനില്ലല്ലോ. എന്തുമാകാം. ഞാനെന്ത് ചെയ്യാനാ? ഞാനൊന്നും ചെയ്തില്ല. ജാനറ്റ് തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തി. ഇനിയും അവൻ വന്നാ എന്നോട് പറഞ്ഞേക്ക്, ഞാൻ നോക്കിക്കോളാം. അവൻ്റെ സ്വരത്തിലെ പക എമിലിക്ക് മനസ്സിലായി. എമിലി മകളെ ശാസിച്ചു. നീ സ്കൂൾ വിട്ടാ നേരെ ഇങ്ങ് പോന്നാൽ മതി. ഇടവും വല്ലതും നോക്കണ്ട, കേട്ടല്ലോ? റോഡിലൊക്കെ ചില പട്ടികൾ അലഞ്ഞു നടക്കണ കണ്ടിട്ടില്ലേ? നമ്മൾ പോകുമ്പം നമ്മളെയും അവറ്റോൾ നോക്കും. അങ്ങനെ കണ്ടാൽ മതി. ജാനറ്റ് കണ്ണീരോടെ തലയാട്ടി. ശൗരിക്കുട്ടി പിന്നീട് അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അമ്മയും ശൗരിക്കുട്ടിയും അറിഞ്ഞതോടെ തൻ്റെ ഹൃദയഭാരം ലഘൂകരിക്കപ്പെട്ടതുപോലെയാണ് ജാനറ്റിന് തോന്നിയത്. ഇനി റോയ് സൈമൺ തന്നെ കാണാൻ വരുന്നതോ തന്നോട് മിണ്ടുന്നതോ തൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമല്ല. അത് കൈകാര്യം ചെയ്യേണ്ടത് തൻ്റെ വീട്ടുകാരാണ്. എമിലി അടുത്ത ദിവസം ഡെന്നിച്ചിനെ ഒരു ചുമതല ഏൽപ്പിച്ചു. സ്കൂളിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും നീ ഇവളുടെ കൂടെ നിൽക്കണം, കേട്ടാ? ഇവളെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ വേറെ കൂട്ടം കൂടി പോകണ്ട. അത് ഡെന്നിച്ചിന് ഇഷ്ടപ്പെട്ടില്ല. എടാ, ആ സൈമൺ മുതലാളിൻ്റെ മകൻ ഇവളുടെ പുറകിന് നടന്ന് ശല്യപ്പെടുത്തണമെന്ന്. ഡെന്നിച്ചൻ ജാനറ്റിനെ നോക്കി ശരിയാണോ എന്ന മട്ടിൽ. ഇവളുടെ പുറകിനോ? അതെ. എന്തിന്? അവൻ്റെ അപ്പൻ്റെ സൂക്കേട് തന്നെ അവനും. അവനെന്താ കണ്ണുപൊട്ടനാണോ? നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്താൽ മതി, കേട്ടല്ല? ആ, വാടി. ഡെന്നിച്ചൻ തിണ്ണയിൽ നിന്ന് മുറ്റത്തേക്കിറങ്ങി. സ്കൂൾ ബാഗ് അവൻ്റെ ചുമലിൽ തൂക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഇവൻ്റെ എടിവിളി നിർത്തിക്കമ്മ. അവൻ്റെ ചേച്ചിയല്ലേ ഞാൻ. ചേച്ചിന്ന് വിളിക്കണ്ട, പേര് വിളിച്ചൂടെ ഇവന്? നിന്നെ ബഹുമാനിക്കണമെന്ന് അവന് തോന്നണ കാലത്ത് ബഹുമാനിക്കട്ടെ. ഇപ്പം നിർബന്ധിച്ച് ഒരു തവണ ചേച്ചിന്ന് വിളിപ്പിച്ചാലും അവൻ പിന്നെയും നിന്നെ എടിയെന്ന് തന്നെ വിളിക്കും, എമിലി പറഞ്ഞു. എനിക്കറിയാം, അമ്മ ആൺമക്കളുടെ സൈഡാ. ജാനറ്റ് പരിഭവിച്ചു പറഞ്ഞിട്ട് മുറ്റത്തേക്കിറങ്ങി. ബാഗും തൂക്കി അവൾ ഡെന്നിച്ചിൻ്റെ പുറകെ നടന്നു നീങ്ങുന്നത് എമിലി നോക്കി നിന്നു. ഡെന്നിച്ചിൻ്റെ കൂടെ നടന്നു പോകുന്നതിനിടയിൽ ജാനറ്റ് പതിവില്ലാതെ പരിസരങ്ങൾ നിരീക്ഷിച്ചു. എവിടെയെങ്കിലും ഒരിടത്ത് അവൻ റോയ് സൈമൺ തന്നെയും കാത്ത് ബൈക്കിൽ ഇരിപ്പുണ്ടാവുമെന്ന് അവൾ സങ്കല്പിച്ചു. അവൻ അങ്ങനെ കാത്തു നിന്നോട്ടെ. വേണമെങ്കിൽ തന്നെ നോക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തോട്ടെ. ശല്യപ്പെടുത്താതിരുന്നാൽ മതി. കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ മകന് തന്നോട് ഇഷ്ടം തോന്നിയെങ്കിൽ, അവൻ തന്നെ പ്രേമിക്കുന്നെങ്കിൽ അതോർത്ത് രഹസ്യമായി അഭിമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് ജാനറ്റിന് തോന്നി. പക്ഷേ താൻ അങ്ങോട്ട് ഒന്നിനുമില്ല. മുഖമുയർത്തി അവനെ നോക്കുകയില്ല, പുഞ്ചിരിക്കുകയില്ല, അവനോട് സംസാരിക്കുകയുമില്ല. മൺമഴിയിൽ നിന്ന് ടാർ നിരത്തിലേക്ക് ഇറങ്ങി നടന്നു പോകുമ്പോൾ ജാനറ്റ് കാതോർത്തു. വിദൂരമായ ആകാശത്ത് ഇടികുടുങ്ങുന്ന പോലുള്ള ശബ്ദം കേൾക്കാനുണ്ടോ? അവൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം. എവിടെയോ ഒരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അത് മറ്റേതോ ബൈക്കാണെന്ന് കണ്ടപ്പോൾ നിരാശ തോന്നി. അന്ന് ക്ലാസ്സിൽ ചെന്നിരുന്നിട്ടും അവൾക്ക് പഠനത്തിൽ ഏകാഗ്രത കിട്ടിയില്ല. അവളുടെ മനസ്സ് എവിടെയൊക്കെയോ പിടിവിട്ട് അലഞ്ഞു. അരുത് അരുത് എന്ന് വിലക്കിയിട്ടും അത് അടങ്ങുന്നില്ല. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ജാനറ്റിനോട് ഇഷ്ടം പ്രകടിപ്പിച്ച ആൺകുട്ടികളുണ്ടായിരുന്നു. അവൾക്കും ചിലരോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അത് പക്ഷേ പ്രേമമായി വളർന്നില്ല. ഇഷ്ടം കലർന്ന ചില പുഞ്ചിരികൾ, സ്വയം മറന്ന ചില നോട്ടങ്ങൾ,
പരസ്പരം കാണുമ്പോഴുള്ള ആഹ്ലാദവും കൗതുകവും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഇഷ്ടങ്ങൾ തുറന്നു പറയാനാകാതെ, അത് എത്രത്തോളം ഉണ്ടെന്ന് പരസ്പരം തിരിച്ചറിയാനാകാതെ അവയെല്ലാം മങ്ങിപ്പോയി. അല്ലെങ്കിൽ തന്നെ വിധേയത്വത്തോടെ സ്നേഹിക്കാനും വിശ്വസിക്കാനും ആശ്രയിക്കാനും പറ്റിയ കരുത്തനായ പുരുഷൻ അവരിലാരിലും രൂപം കൊണ്ടിരുന്നുമില്ല. ജാനറ്റിൻ്റെ സമപ്രായക്കാരായ ആൺകുട്ടികൾ, ജീവിതത്തിൻ്റെ ബലവും വിലയും അറിയാത്തവർ, 15-16 വയസ്സ് മാത്രം പ്രായമുള്ള ആ ആൺകുട്ടികളെല്ലാം മീശ മുളയ്ക്കാത്തവരും വലിപ്പം കുറഞ്ഞവരുമായിരുന്നു. +1 ചേർന്നപ്പോഴും വലിയ മാറ്റമൊന്നും കണ്ടില്ല. 15 വയസ്സായ പെൺകുട്ടിക്ക് 17-എത്തിയപ്പോൾ കിട്ടിയ വളർച്ച അതേ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്ക് ഉണ്ടായില്ല. ഇപ്പോൾ വന്നവൻ കാരക്കാട്ട് സൈമൺ തരകൻ്റെ പുത്രൻ അക്കാര്യത്തിൽ എല്ലാം തികഞ്ഞവനാണെന്ന് ജാനറ്റിന് തോന്നി. അവൻ്റെ മുഖം ശരിക്കും നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. എങ്കിലും ഭംഗിയുള്ള മുഖമാണെന്നാണ് തോന്നിയത്. ചെറിയ ഊശാൻ താടിയും കറുകറുത്ത മീശയും. വെളുത്തിട്ടാണ്. ബൈക്കിൽ അവൻ്റെ ഇരിപ്പ് കാണാൻ ഒരു ഗാംഭീര്യമുണ്ട്. കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ മകൻ തന്നെ പ്രേമിക്കുക, താനത് അവഗണിക്കുക, അതിലൊരു രസമുണ്ട്. ആ പ്രേമം ഒരിടത്തും എത്താൻ പോകുന്നില്ലെന്ന് ജാനറ്റിനറിയാം. കാരണം നിഷിദ്ധമായ ബന്ധമാണത്. മറ്റെല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നാലും ആ പ്രേമം സാഫല്യത്തിലെത്തുകയില്ല. അങ്ങനെയല്ലെങ്കിൽ തന്നെയും സൈമൺ മുതലാളിയുടെ മകൻ ഒരിക്കലും തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന് അവൾക്കറിയാം. ഇത് വെറും ഒരു കൗതുകം മാത്രം. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴും മനസ്സറിയാതെ ജാനറ്റിൻ്റെ മിഴികൾ സൈമൺ തരകൻ്റെ മകനെ തേടി. പക്ഷേ അവനുമില്ല, ബുള്ളറ്റുമില്ല. അപ്പോൾ അതവൻ്റെ വെറുമൊരു തമാശയായിരുന്നു. ജാനറ്റ് നെടുവേർപ്പെട്ടു. അടുത്ത 2 ദിവസവും അങ്ങനെ തന്നെ പോയി. ശനിയും ഞായറും ക്ലാസ്സില്ലായിരുന്നു. റോയ് സൈമണിൻ്റെ ശല്യം പിന്നീടുണ്ടാകാത്തതിൽ എമിലി വളരെ സന്തോഷിച്ചു. അത് അവൻ്റെ ഒരു കളിയാക്കലായിരുന്നുവെന്ന് സ്വയം വിശ്വസിപ്പിച്ചു. ഡെന്നിച്ചൻ രാവിലെയും വൈകുന്നേരവും ജാനറ്റിനെ ഒറ്റയ്ക്ക് വിട്ട് അവൻ്റെ കൂട്ടുകാരോടൊപ്പം കൂടി. തിങ്കളും പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. അതിനടുത്ത ദിവസം രാവിലെ തന്നെ റോയ് സൈമൺ ബൈക്കിൽ കടപ്പുറത്ത് ഒന്ന് വന്നിട്ട് തിരികെ പോയി. ജാനറ്റ് സ്കൂളിലേക്ക് പോകാനിറങ്ങിയപ്പോൾ എവിടെ നിന്നോ അവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇടിമുഴക്കം പോലൊരു ശബ്ദം ആ പരിസരത്തും അവളുടെ നെഞ്ചിലും പ്രകമ്പനം കൊണ്ടു. കരിയിലകളും പൊടിയും പറത്തി അവൻ മൺവഴിയിൽ നിന്ന് ടാർ നിരത്തിലേക്ക് പാഞ്ഞുപോയി. ചക്രവാളത്തിൽ എവിടെയോ നിന്ന് ജാനറ്റ് അതിൻ്റെ മാറ്റൊലികളും കേട്ടു. പിന്നീട് സ്കൂളിലെത്തുന്നതുവരെ അവനെ കണ്ടതേയില്ല. വൈകുന്നേരം സ്കൂൾ വിട്ട് അവൾ കൂട്ടുകാരികൾക്കൊപ്പമാണ് വന്നത്. ടാർ റോഡിൽ നിന്ന് ചെല്ലിക്കടപ്പുറത്തേക്ക് തിരിയുന്ന മൺവഴി വരെ ഒരു ശല്യവും ഉണ്ടായില്ല. കൂട്ടുകാരികൾ പല വഴിക്ക് തിരിഞ്ഞുപോയ ശേഷം ജാനറ്റ് ചക്രവാളത്തിൽ നിന്ന് ആ ശബ്ദം കേട്ടു. അവൾ നടപ്പിന് വേഗം കൂട്ടിയെങ്കിലും അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല. ഒരു വന്യമൃഗത്തെപ്പോലെ അവളെ വേട്ടയാടി വന്ന ആ ശബ്ദം അവളുടെ തൊട്ടുമുന്നിൽ വന്ന് കിതച്ചു. ജാനറ്റിൻ്റെ നെഞ്ചെടുപ്പ് നിലച്ചു. 4-5 ദിവസം മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അതിന് മറുപടി കിട്ടണം, റോയ് സൈമൺ അവളോട് ആവശ്യപ്പെട്ടു. ജാനറ്റ് ഒന്നും പറയാതെ തലതാഴ്ത്തി നിന്നു. ചോദിച്ചത് കേട്ടോ, എനിക്ക് മറുപടി കിട്ടണം. അവൾ മുഖമുയർത്തുന്നില്ലെന്ന് കണ്ട് റോയ് സൈമൺ കൈനീട്ടി അവളുടെ താടി പിടിച്ച് പൊന്തിച്ചു. ജാനറ്റ് ഞെട്ടിപ്പോയി. നിനക്കെന്താ, മുഖത്തു നോക്കി ഒരു വാക്ക് പറഞ്ഞാൽ. ജാനറ്റിൻ്റെ കണ്ണ് നിറഞ്ഞു. അവളുടെ ഉടൽ വിറപൊണ്ടു. എനിക്കൊന്നും പറയാനില്ല. തൊണ്ട വരണ്ട് അവൾ ഞരങ്ങി. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നാണ് ചോദ്യം. അല്ലെന്നോ ആണെന്നോ പറയാം. അല്ല, ജാനറ്റ് വിപതി ധൈര്യത്തിൽ പെട്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ജാനറ്റ് അവൻ്റെ കയ്യിൽ നിന്ന് മുഖം കുടഞ്ഞെടുത്തു. ബുള്ളറ്റിനെ വെട്ടിയൊഴിഞ്ഞ് പോകാൻ ഭാവിച്ചപ്പോൾ അവൻ തടഞ്ഞു. കാരക്കാട്ട് സൈമൺ തരകൻ്റെ മോനാ ഞാൻ. എന്നെ ഒഴിവാക്കി രക്ഷപ്പെടാൻ നോക്കണ്ട, പറഞ്ഞിട്ട് പോ. നിങ്ങളൊക്കെ വലിയവരല്ലേ, ഞങ്ങൾ പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. ഇത്രയുള്ള കാരണം. എന്നോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്നെ ഇങ്ങനെ നോക്കാൻ പോലും പാടില്ല. എല്ലാം അറിഞ്ഞോണ്ടല്ലേ. എന്തറിഞ്ഞോണ്ടല്ലേന്ന്? ശൗരിക്കുട്ടി എൻ്റെ ആങ്ങളെയാ. ശൗരിക്കുട്ടിയുടെ അപ്പൻ ആരാണെന്നറിയാവല്ലോ. അത്രയുള്ളോ? ശൗരിക്കുട്ടി അങ്ങ് ചത്താൽ തീരുന്ന ബന്ധമല്ലേ ഉള്ളൂ. പിന്നെ വല്ലതും ബാക്കിയുണ്ടോ? അവൻ പറയുന്നത് കേട്ട് ജാനറ്റ് നടുങ്ങി. ഞാൻ ഇനിയും വരും. നീ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതുവരെ വരും. അവൻ വലം കൈ ഹാൻഡിലിൽ വെച്ചു. ത്രോട്ടിൽ തിരിച്ചപ്പോൾ ഭൂമിക്കടിയിൽ ഇടിമുഴങ്ങുന്ന പോലെ ശബ്ദമുണ്ടായി. അടുത്ത നിമിഷം ബൈക്ക് പാഞ്ഞുപോയി. ജാനറ്റിൻ്റെ കാലുകൾക്ക് ജീവൻ വെച്ചു. വീട്ടിലേക്ക് നടക്കുമ്പോൾ അല്പം മുമ്പ് നടന്നതെല്ലാം സ്വപ്നമായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. ഇത്തവണയും അവൾ സംഭവിച്ചതൊന്നും വീട്ടിൽ പറഞ്ഞില്ല. അവൾ മുറിയിൽ ചെന്നിരുന്ന് നഖം കടിച്ച് ആലോചനയിൽ മുഴുകി. അവളുടെ മനസ്സിൽ അവൻ ഒരേ സമയം തന്നെ ധീരനായകനും വില്ലനുമായി.
അവൻ ആരെയും കൂസാതെ നിർഭയനായി തൻ്റെ മുന്നിൽ വന്ന് അവൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അവനെ ഇഷ്ടമില്ലെങ്കിൽ അതിൻ്റെ കാരണം തുറന്നു പറയണമെന്ന് ആവശ്യപ്പെട്ടു. അത് ധീരോദാത്തമായ പ്രകടനമായിരുന്നു. തൻ്റെ താടി പിടിച്ചുയർത്തിയതുപോലും ക്ഷമിക്കാം. സിനിമയിൽ അവൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്രണയിക്കാൻ വന്നതിലാണ് അവൻ്റെ വെള്ളത്തരം. മാത്രമല്ല, ശൗരിക്കുട്ടി ചത്തുപോയാൽ ആ ബന്ധം അവശേഷിക്കില്ലല്ലോ എന്നൊരു വാചകവും പറഞ്ഞു. ശൗരിക്കുട്ടിയെ കൊല്ലണമെന്നുദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല. അത്ര നിസാരമായ ബന്ധമേ ഉള്ളൂ എന്ന് ഉദാഹരണം പറഞ്ഞതായിരിക്കാം. എന്നാലും അതും വില്ലത്തരമായിപ്പോയി. ശൗരിക്കുട്ടി ഇല്ലാതായാൽ ആ ബന്ധം എങ്ങനെ മാഞ്ഞു പോകുമെന്ന് ജാനറ്റ് ആലോചിച്ചു നോക്കി. ശൗരിക്കുട്ടിയാണ് ഈ കുടുംബത്തെയും കാരക്കാട്ട് സൈമൺ തരകൻ്റെ കുടുംബത്തെയും രഹസ്യമായി ബന്ധിപ്പിക്കുന്ന ഒരേയൊരു കണ്ണി. ശൗരിക്കുട്ടി ഇല്ലെങ്കിൽ താനും റോയ് സൈമണും അന്യരാണ് എന്ന് ജാനറ്റ് കണ്ടെത്തി. ശൗരിക്കുട്ടിയും റോയ് സൈമണും ബദ്ധവൈരികളെപ്പോലെ അവളുടെ മനസ്സിൽ നേർക്കുനേർ നിന്നു. ഈ ദ്വന്ദ്വയുദ്ധത്തിൽ ഒരാൾ മാത്രമേ ജയിക്കൂ. ജാനറ്റിന് അതോടെ സംശയങ്ങളെല്ലാം തീർന്നു കിട്ടി. ശൗരിക്കുട്ടി ജയിക്കട്ടെ, റോയ് സൈമൺ തോറ്റു മടങ്ങട്ടെ. 4 വെളുപ്പിന് കടലിൽ പോയി 7 മണിയോടെ തിരിച്ചെത്തി. പൊന്തും വലയും കരയ്ക്കടുപ്പിച്ച് മീൻ പെറുക്കുകയായിരുന്നു ശൗരിക്കുട്ടിയും എമിലിയും. സൈമൺ തരകൻ്റെ സിൽബന്ദികൾ ഏലിയാസും ബ്രിട്ടോയും കൂടി വന്ന് ശൗരിക്കുട്ടിയുടെ മീൻ സൈമൺ തരകൻ്റെ കീഴിൽ ലേലം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ചെല്ലിക്കടപ്പുറത്തെ തരകൻ സൈമൺ മുതലാളിയാണ്. സൈമൺ മുതലാളിയുടെ അടുത്ത് ഞങ്ങളാരും പൈസ വാങ്ങിയിട്ടില്ലല്ലോ, പിന്നെന്തിനാ? എമിലി തർക്കിച്ചു. ഈ ചെല്ലിക്കടപ്പുറത്ത് ലേലം ചെയ്യണ മീനെല്ലാം സൈമൺ മുതലാളിൻ്റെയാണ്. ഒരു നീർക്കോലി ചക്കൻ മാത്രം അങ്ങനെ സ്വന്തമായിട്ട് മീൻ പിടിച്ചു വെക്കണ്ട. അത് പറയാൻ നിങ്ങൾക്കെന്നെ അവകാശം? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ഈ കടപ്പുറം സൈമൺ മുതലാളിൻ്റെയാണ്. ഇവിടെ പൊന്ത് കയറ്റി വെക്കണമെങ്കിൽ, ഇവിടെ മീൻ വെക്കണമെങ്കിൽ മുതലാളിക്ക് കമ്മീഷൻ കൊടുക്കണം. കടപ്പുറം സൈമൺ മുതലാളിൻ്റെയാ? ആര് പറഞ്ഞു? സൈമൺ മുതലാളിക്ക് പട്ടയമുള്ള കടപ്പുറത്ത് ഞങ്ങളാരും മീൻ വെക്കത്തില്ല. ഇത് തെരവന്ന് പോണ കടപ്പുറമാ. ഈ കടലും മീനും ആരുടെ സ്വന്തമല്ല. എമിലി പറഞ്ഞത് വാസ്തവമായിരുന്നു. സൈമൺ തരകൻ്റെ പട്ടയഭൂമിയുള്ള കടപ്പുറത്ത് ശൗരിക്കുട്ടി മീൻ കൊണ്ടുപോയി വിൽക്കാറില്ല. സൈമൺ തരകന് ഉടമാവകാശമുള്ള മണ്ണിൽ പൊന്ത് കയറ്റി വെക്കാറുമില്ല. ഇതിൻ്റെ കണക്ക് നിങ്ങളോട് സൈമൺ മുതലാളി ചോദിച്ചോളും. ഏലിയാസ് ഭീഷണിപ്പെടുത്തി. ചോദിക്കാനിങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. പഴയ കാലമൊന്നുമല്ല ഇത്. എമിലിയും വിട്ടുകൊടുത്തില്ല. മീൻ പെറുക്കി കുട്ടയിലിട്ട് ശൗരിക്കുട്ടിയും എമിലിയും തിരികെ പോന്നു. അന്നേ ദിവസം തന്നെ 2 തവണ കൂടി ശൗരിക്കുട്ടി പൊന്തുമായി കടലിൽ പോയി വല നീട്ടി മീൻ പിടിച്ചു. വൈകുന്നേരം മീൻപിടുത്തം കഴിഞ്ഞ് വല തിരയിൽ കഴുകി മാടിയിട്ട് പൊന്ത് കരയ്ക്ക് കയറ്റി കമിഴ്ത്തി വെച്ച് കിട്ടിയ മീനുമായി ശൗരിക്കുട്ടി വീട്ടിലേക്ക് പോന്നു. പിറ്റേന്ന് പുലർച്ചെ പതിവ് പോലെ കടലിപ്പണിക്കിറങ്ങാനായി കടപ്പുറത്തെത്തിയ ശൗരിക്കുട്ടി തറച്ചു നിന്നുപോയി. അവൻ്റെ പൊന്ത് പല കഷ്ണങ്ങളായി കരയിലും ബാക്കി കടലിലും കിടക്കുന്നു. അവൻ്റെ വല നീളത്തോട് നീളം കുത്തിക്കീറി നാമാവശേഷമാക്കി ഇട്ടിരിക്കുന്നു. പൊന്തു വെട്ടിക്കീറിയ തെർമോക്കോൾ കഷ്ണങ്ങൾ തിരകളിൽ പൊന്തിയും താണും അലയുന്നു. അധ്യായം 9. കിഴക്ക് വെള്ളകീറി പുലരിത്തുടിപ്പിൽ പടിഞ്ഞാറ് ചക്രവാളത്തിലും രജതരേഖകളും സുവർണശോഭയും ഇടകലർന്നു. ചെല്ലിക്കടപ്പുറത്ത് കടൽ കാക്കകൾ പറന്നു താഴുകയും കരഞ്ഞു ബഹളമുണ്ടാക്കുകയും ചെയ്തു. കടപ്പുറത്തേക്ക് വള്ളങ്ങൾ വരികയും മീൻകുട്ടകൾ ഇറക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ചില വള്ളങ്ങൾ മത്സ്യബന്ധനത്തിനായി പുറപ്പെടുന്നതേയുള്ളൂ. കിഴക്കേ ചക്രവാളത്തിൽ ഉദയത്തിൻ്റെ പ്രതിഫലനം സൃഷ്ടിച്ച അരണ്ട വെട്ടത്തിൽ ചലിക്കുന്നതും നിശ്ചലവുമായ എല്ലാ ദൃശ്യങ്ങളും കേവലം നിഴലുകളായി തോന്നിച്ചിരുന്നു. കടപ്പുറത്ത് കാൽമുട്ടുകൾക്ക് മീതെ തലവെച്ച് തളർന്നിരിക്കുന്ന ശൗരിക്കുട്ടിയുടെ പാദങ്ങളിൽ ആദ്യത്തെ വേലിയേറ്റ തിരമാല വന്നു തൊട്ടു. നിനക്കെന്തു പറ്റി മോനെ എന്ന് കടൽ ചോദിക്കുകയാണെന്ന് അവന് തോന്നി. അവൻ്റെ കൺകോണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ ഊറിയെത്തി. അത് തിരയിലേക്ക് ഞെട്ടറ്റു വീണു. കടലിന് എല്ലാം മനസ്സിലായി. അത് അവൻ്റെ പാദത്തിന് കീഴിലൂടെ മണൽത്തരികളിലൂടെ പിൻവാങ്ങി. ഭൂമിയിൽ വെളിച്ചം വ്യാപിച്ചുകൊണ്ടിരുന്നു. കരയിലെ ആളുകളെയും കടലിലെ വള്ളങ്ങളെയും രൂപം കൊണ്ടും ചലനം കൊണ്ടും തിരിച്ചറിയാമെന്നായി. മീൻവട്ടികളുമായി വന്ന മീൻകാരി പെണ്ണുങ്ങളാണ് ശൗരിക്കുട്ടി അങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം ആദ്യം തിരക്കിയത്. കാരണം അവർക്കുള്ള മീനുമായി അവൻ പൊന്തിൽ കരയ്ക്കടുക്കുന്ന സമയമായി. ശൗരിക്കുട്ടി മീൻ പിടിക്കുന്ന പൊന്ത് കാണാനില്ല. അടുത്തു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി അത് വെട്ടിപ്പൊളിച്ച് നശിപ്പിച്ചിട്ടിരിക്കുകയാണെന്ന്. അവൻ്റെ വലയും കുത്തിക്കീറി നാമാവശേഷമാക്കിയിരിക്കുന്നു. ഇതാര് ചെയ്തു? അവർ അവനോട് തിരക്കി. ശൗരിക്കുട്ടിക്ക് മറുപടി ഉണ്ടായില്ല. അവർ പരസ്പരം ചോദിച്ചു, ശൗരിക്കുട്ടിയോട് ആരാ ഇത്രയും വലിയ ക്രൂരത കാണിച്ചേ? ഇത് വേറെ ആരുമല്ല, സൈമൺ മുതലാളി ചെയ്യിച്ചതാ. ആരോ അടക്കം പറഞ്ഞു. കരിയിലെ കാറ്റ് പോലെ അത് കടപ്പുറത്ത് അങ്ങിങ്ങ് പാറി നടന്നു. പലരും ശൗരിക്കുട്ടിയെ കാണാനും
എന്താണ് സംഭവിച്ചതെന്ന് തിരക്കാനുമായി വന്നു. ഇത് ഭയങ്കര ചെയ്ത്തായിപ്പോയി. ആളുകൾ പരസ്പരം പറഞ്ഞു. നിലവിളി പോലെയുള്ള ആ വിളിയൊച്ച ആൾക്കൂട്ടം വഴിമാറിക്കൊടുത്തു. എമിലി വന്ന് അവൻ്റെ പിന്നിൽ നിന്നു. പൊന്തും വലയും നശിപ്പിച്ചത് അവൾ നേരിട്ട് കണ്ടു. ഇത് ചെയ്തവൻ്റെയും ചെയ്യിച്ചവൻ്റെയും തലയിൽ ഇടുത്തി വീഴട്ടെ എന്ന് എമിലി മനംനൊന്ത് സർവ്വശക്തിയോടും കൂടി ശപിച്ചു. എന്നിട്ട് മകൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വാ, വീട്ടിൽ പോകാം. അവർ ശൗരിക്കുട്ടിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് കടപ്പുറത്തൂടെ നടന്നുപോയി. കടപ്പുറത്തുണ്ടായിരുന്നവർ കഷ്ടം വിചാരിച്ചുകൊണ്ട് ആ പോക്ക് നോക്കി നിന്നു. കടപ്പുറത്ത് പിന്നെയും മീൻ വള്ളങ്ങൾ അടുത്തു. ക്ഷണനേരത്തിനുള്ളിൽ ആളുകൾ ശൗരിക്കുട്ടിയെ കൈവിട്ട് അവരവരുടെ ജീവിതയോധനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മീൻ വള്ളങ്ങളിൽ നിന്ന് കോരുകാർ മീൻ കോരിയിറക്കി. തരകനോ തരകൻ്റെ ആളുകളോ ഓരോ മീൻകുട്ടയും ലേലം വിളിച്ചു വിറ്റു. കാത്തുകിടന്ന വാഹനങ്ങൾ പണം കൊടുത്ത് മീൻ കയറ്റിക്കൊണ്ടുപോയി. വള്ളക്കാരും കോരുകാരും മീൻ വിൽപ്പനക്കാരും കടപ്പുറത്തെ ചായക്കടകളിലിരുന്ന് ചായ കുടിക്കുകയും അന്നത്തെ മീൻപിടുത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. നിങ്ങൾ ആ ചെറുക്കൻ്റെ പൊന്തും വലയും നശിപ്പിച്ചപ്പോൾ നിങ്ങൾ തോറ്റോ അതോ ജയിച്ചോ? എൽസമ്മ ഭർത്താവിനോട് ചോദിച്ചു. നിനക്കിതിലൊക്കെ എന്ത് കാര്യം? സൈമൺ തരകൻ ഭാര്യയോട് തട്ടിക്കയറി. ആരും തെളിച്ചു പറയില്ലെന്ന് വിചാരിച്ച് ഞെളിയണ്ട. എല്ലാവർക്കും അറിയാം ആരാ അത് ചെയ്തതെന്നും ചെയ്യിച്ചതെന്നും. അതിന് ഞാനെന്നാ വേണമടി? തെളിച്ചു പറയണവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ആരുടെ പേരാ നാറുന്നേ? ശൗര്യയുടെയാണോ സൈമൺ തരകൻ്റെയാണോ? ആരാ നല്ലവനായത്? കെട്ടവനായത് ആരാ? ശൗരിയാണോ സൈമൺ തരകനാണോ? നിനക്കെന്താടി ഇത്ര സൂക്കേട്? നിന്റെ കെട്ടിയവൻ്റെ സന്തതിയാണോ ശൗരി? അവൻ്റെ കാര്യം വരുമ്പം നീ എന്തിനാ എൻ്റെ അടുത്ത് വഴക്കിന് നിൽക്കണ്? സൈമൺ തരകന് ഭാഷ മാറി. മൂടി കെട്ടിയ വ്രണം കുത്തിളക്കുന്നത് പോലെയാ നിങ്ങൾ ശൗരിയെ തോണ്ടുമ്പം എനിക്കും ഞാൻ പെറ്റ മക്കൾക്കുമുണ്ടാകുന്ന മാനക്കേടിൻ്റെ നീറ്റിൽ. നിങ്ങൾക്ക് പിഴച്ചുണ്ടായ ഒരു സന്തതി ചെല്ലിക്കടപ്പുറത്തുള്ളപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഞാൻ പ്രസവിച്ച മക്കൾക്കെന്താ വില? ശൗരിയെ പ്രസവിച്ച പെണ്ണും ഞാനും തമ്മിൽ എന്നാ വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ലേടി നായിൻ്റെ മോളെ. സൈമൺ തരകൻ പള്ളി വെച്ച് താലികെട്ടി കാരക്കാട്ട് ബംഗ്ലാവിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന പെണ്ണാ നീ. മറ്റവള് കടപ്പുറത്ത് മീൻ പരത്തി നടക്കുന്ന അലവലാതി. പള്ളി വെച്ച് താലികെട്ടിയ പെണ്ണിനെ കാരക്കാട്ട് ബംഗ്ലാവിൽ കൊണ്ടുവന്നിട്ടിട്ട് മീൻ പരത്താൻ നടക്കുന്ന പെണ്ണിനെ തേടിപ്പോയവനെ, അവളുടെ വയറ്റിൽ നിന്ന് ഒരു കൊച്ചിനെ സൃഷ്ടിച്ചവനെ എന്തു വിളിക്കണം? അവളെ വിളിച്ച പോലെ മതിയോ? സൈമൺ തരകൻ ചാടി എണീറ്റ് കൈ ഓങ്ങിക്കൊണ്ട് ചെന്നു. എൽസമ്മ ചെറിഞ്ഞു നിന്നു. തല്ല് എന്നെയല്ലേ തല്ലി ഒതുക്കാൻ പറ്റൂ? കടപ്പുറത്തുകാരുടെ വായടയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ല. അവർ പറഞ്ഞു നടക്കണുണ്ട്. സൈമൺ മുതലാളി സ്വന്തം മകനോട് ഇങ്ങനൊരു വലിയ ദ്രോഹം ചെയ്തല്ലോ എന്ന്. സ്വന്തം ചോരയിലുണ്ടായ കൊച്ചിന് തിന്നാനും കുടിക്കാനും കൊടുത്ത് വളർത്തിയുമില്ല. അതിൻ്റെ ചോറ്റിൽ മണ്ണ് വാരിയിടാൻ നോക്കുകയും ചെയ്യുന്നല്ലോ എന്ന്. ആര് പറഞ്ഞടി അങ്ങനെ? ഒരുത്തൻ്റെ പേര് പറ, അല്ലെങ്കിൽ ഒരുത്തിയുടെ പേര് പറ. സൈമൺ തരകൻ വെല്ലുവിളിച്ചു. മനുഷ്യരെ കൊണ്ട് സത്യം പറയിക്കാതെ ഭയപ്പെടുത്തി അവരുടെ വാ പൊട്ടിക്കുന്നതല്ല സാമർഥ്യം. അവർ സത്യം പറയുമ്പം അതിനെ നല്ല തൻ്റെ അടുത്തോടെ നേരിടുന്നതാ. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. നിന്റെ വിവരവും വിദ്യാഭ്യാസവും എത്രയുണ്ടെന്ന് എനിക്കറിയാം. ആ ശൗരിയുടെ പ്രായത്തിൽ ഒരു മകൻ ഈ വീട്ടിലും വളർന്നു വരുന്നുണ്ടെന്ന് ഓർമ്മ വേണം. ദൈവത്തിൻ്റെ തിരുമുൻപിൽ ചെല്ലുമ്പം ഒരു ചോദ്യം വരും, ഇതിലേതാ നിന്റെ മകനെന്ന്. അന്ന് നിങ്ങൾ പറയുന്ന ഉത്തരവും നിങ്ങളുടെ ഈ ലോകത്തെ പ്രവൃത്തിയും കർത്താവ് ഒത്തുനോക്കുമെന്നുകൂടി ഓർത്തോളിൻ. പിന്നെ കർത്താവ് ഒലത്തും. ഈ ലോകത്ത് പിഴച്ചുണ്ടായ കൊച്ചുങ്ങളുടെയെല്ലാം തന്തമാരെ തപ്പിപ്പിടിച്ച് ചോദ്യം ചെയ്യലല്ലേ മൂപ്പരുടെ ജോലി. നിന്റെ വിചാരം നിന്റെ അപ്പൻ്റെ സ്വഭാവമാ ദൈവം തമ്പുരാനെന്നാ. എടി, അതിനേക്കായാലും വലിയ സത്യവാചകം മൂപ്പര് പണ്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഈ ലോകത്തെ സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്ന്. അതിനപ്പുറത്ത് വേറെ ചോദ്യവും ഉത്തരവും ഒന്നുമില്ലെന്ന് നിനക്കറിയാത്തത് ആരുടെ കുഴപ്പമാ? വിവരദോഷി. അതും പറഞ്ഞ് സൈമൺ തരകൻ എൽസമ്മയുടെ മുൻപിൽ നിന്ന് പോയിക്കളഞ്ഞു. മക്കളെല്ലാം മുതിർന്നു കഴിഞ്ഞതിനാൽ എൽസമ്മയോട് നേരിട്ട് യുദ്ധം ചെയ്യുന്നതിൽ അല്പം മാനക്കേടുണ്ട് സൈമൺ തരകന്. മൊഴി മുട്ടുമ്പോഴെല്ലാം രക്ഷയ്ക്കെത്തിയിരുന്നത് മുട്ടൻ തെറികളാണ്. മക്കൾ പ്രായമായ ശേഷം അവർ കേൾക്കെ തെറി വിളിക്കാൻ ഒരു ചമ്മൽ. ഒരു നാൾ മകൾ ഡോളി മുഖത്തു നോക്കി ചോദിക്കുകയും ചെയ്തു, ഡാഡിക്ക് നാണമില്ലേ മമ്മിയെ ഇങ്ങനെ തെറി വിളിക്കാൻ? കള്ളു കുടിച്ച് ലക്കില്ലാതെ പിച്ചക്കാർ തമ്മിൽ പറയുന്ന പോലത്തെ തെറി. നീ പോടി എന്നുവരെ പറഞ്ഞിട്ട് അത് സ്വന്തം മകളാണല്ലോ എന്ന ബോധോദയത്തിൽ സൈമൺ തരകൻ ബാക്കി വിഴുങ്ങി. വിളിക്ക് ഡാഡി, ബാക്കിയും കൂടി വിളിക്ക്. മായും പൂവും കായും എല്ലാം ചേർത്ത് വിളിക്ക്. വല്ല വീട്ടിലും കല്യാണം കഴിച്ച് ചെല്ലുമ്പം എൻ്റെ അപ്പൻ പഠിപ്പിച്ചു തന്നതാണെന്ന് പറഞ്ഞ് ആരെ വേണമെങ്കിലും വിളിക്കാമല്ലോ. അവിടെ സൈമൺ തരകൻ്റെ പത്തി താണു. പക്ഷേ ഇപ്പോൾ ശൗരിക്കുട്ടിയുടെ പേരിൽ ഭാര്യ തന്നോട് വഴക്കിന് വന്നതിൻ്റെ ന്യായം സൈമൺ തരകന് തീരെ ദഹിച്ചില്ല.
ശൗരിക്കുട്ടി ചെല്ലിക്കടപ്പുറത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൻ്റെ അപ്പൻ താനാണെന്ന് തന്നെ കടപ്പുറം നിവാസികൾ പരസ്പരം പറഞ്ഞു നടക്കുമെന്ന് സൈമൺ തരകന് ഉറപ്പുണ്ട്. ശൗരിക്കുട്ടി വെറും മണ്ണുണ്ണിയായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതങ്ങനെയല്ല. അവൻ എവിടെയാണോ അവിടെയെല്ലാം തലയെടുത്ത് നിൽക്കുന്നുണ്ട്. ആളുകളെ കൊണ്ട് എന്തെങ്കിലും പറയിക്കുന്നുണ്ട്. അവൻ്റെ പ്രവൃത്തികൾ കടപ്പുറം നിവാസികൾ കൗതുകത്തോടെ വീക്ഷിക്കുന്നു. അവൻ ശ്രദ്ധാകേന്ദ്രമാകുമ്പോൾ ചെല്ലിക്കടപ്പുറത്തുകാർ അടക്കം പറയുന്നു, സൈമൺ തരകൻ്റെയല്ലേ മോൻ? വിത്ത് ഗുണം 10 ഗുണം. ഇത് എത്ര കാലം തുടരും? ഭാവിയിൽ ശൗരിക്കുട്ടിയുടെ നിഴലിലായി പോകുമോ തൻ്റെ പേരും പെരുമയും? ഇത്രയും കാലം സൈമൺ തരകൻ്റെ മകനാണ് ശൗരിക്കുട്ടി എന്നേ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെല്ലാം ഒരു പോംവഴി കാണണമെന്ന് സൈമൺ തരകൻ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണ്. മടിയിൽ വെച്ച അടയ്ക്ക പൊട്ടിമുളച്ച് കമുകിൻ തൈ ആയിക്കഴിഞ്ഞു. അത് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നു. അത് കായ്ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഇട കൊടുക്കരുത്. പാതിചത്ത മനസ്സോടെ ശൗരിക്കുട്ടി ആ ദിവസം മുഴുവൻ വീട്ടിനുള്ളിൽ കഴിഞ്ഞു. മോനെ, അത് പോട്ടെ, നീ മറന്നുകള. എമിലിയുടെ സാന്ത്വനോക്തി അവനെ സ്പർശിച്ചതുപോലുമില്ല. അവൻ്റെയും ആ കുടുംബത്തിൻ്റെയും ജീവനോപാധി നശിപ്പിക്കപ്പെട്ടത് മാത്രമല്ല അവനെ നിരാശനാക്കിയത്. ആ നശിപ്പിക്കൽ നൽകിയ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. ചെല്ലിക്കടപ്പുറത്ത് ജീവിക്കാൻ സൈമൺ മുതലാളി തന്നെ അനുവദിക്കില്ലെന്ന് അവന് ബോധ്യമായി. ഒരു പൊന്തും വലയും നഷ്ടപ്പെട്ടാൽ ശൗരിക്കുട്ടി പണിയെടുത്ത് വീണ്ടും വാങ്ങിക്കും. പക്ഷേ വീണ്ടും സൈമൺ മുതലാളി തന്നോട് ഇതുതന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് അവനറിയാം. എന്തുകൊണ്ടെന്നാൽ അയാളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ശൗരിക്കുട്ടി. പക്ഷേ ഏറ്റവും ബലഹീനനായ ശത്രു, ശൗരിക്കുട്ടിയുടെ ഏറ്റവും പ്രബലനായ ശത്രുവും മറ്റൊരാളല്ല, സാക്ഷാൽ കാരക്കാട്ട് സൈമൺ തരകൻ തന്നെ. ബലഹീനനായ ശത്രുവിന് പ്രബലനായ ശത്രുവിനെ നേരിട്ടെതിർക്കാൻ ആയുധവും കാപ്പും ഇല്ലാത്ത പോലെ തന്നെയാണ് പ്രബലനായ ശത്രുവിൻ്റെ അവസ്ഥയും. ബലഹീനനായ ശത്രുവിനെ നേരിട്ടെതിർക്കാൻ പ്രബലൻ്റെ പേരും പെരുമയും അഭിമാനവും സമ്മതിക്കുന്നില്ല. അതിനാൽ ഒളിപ്പോരാണ് അയാൾക്കും അവലംബം. പൊന്തും വലയും വേറെ വാങ്ങി വേറെ കടപ്പുറത്ത് പോയി പണിയെടുക്കാമെന്ന് എമിലി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സൈമൺ മുതലാളിയുടെ കൈകൾ തെക്ക് തോട്ടപ്പള്ളി വരെയും വടക്ക് ചെല്ലാനം വരെയും നീണ്ടതാണെന്ന് ശൗരിക്കുട്ടിക്ക് അറിയാമായിരുന്നു. അതിനും അപ്പുറമുള്ള കടപ്പുറങ്ങളിലേക്കുള്ള യാത്ര തീർത്തും ദുഷ്കരമാണ്. അതിരാവിലെ ബസ്സോ മറ്റ് യാത്രാ സൗകര്യങ്ങളോ ലഭ്യമല്ല. ഒരു സൈക്കിൾ വാങ്ങിയാലോ എന്ന് ശൗരിക്കുട്ടി ആലോചിച്ചു. എങ്കിൽ പോലും വെളുപ്പിന് 5 മണിക്ക് പൊന്ത് കടലിൽ ഇറക്കണമെങ്കിൽ 3:30 മണിക്കെങ്കിലും എണീറ്റ് സൈക്കിൾ ചവിട്ടിപ്പോകണം. കടലിൽ പോയി മീൻ പിടിച്ചു വന്നാൽ വലയിൽ നിന്ന് മീൻ പെറുക്കാനോ വലയുടെ കേടുപാടുകൾ തുന്നാനോ വല കഴുകാനോ കുഞ്ഞന്നയുടെയും എമിലിയുടെയും ചിലപ്പോൾ ജാനറ്റിൻ്റെയും സഹായം ചെല്ലിക്കടപ്പുറത്ത് ശൗരിക്കുട്ടിക്ക് ലഭ്യമായിരുന്നു. മറ്റ് കടപ്പുറങ്ങളിൽ പോയാൽ ആ സഹായം ലഭ്യമല്ല. കടലിൽ പണിയെടുത്ത് പിടിച്ചുകൊണ്ടുവരുന്ന മീൻ വിൽക്കാൻ പുതിയ വിപണി കണ്ടെത്തണം. ചിലപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ശത്രു അവനെ ശല്യപ്പെടുത്തിക്കൂടുന്നില്ല. പൊന്തും വലയും ആ കടപ്പുറത്ത് എവിടെയെങ്കിലും കയറ്റിവെച്ച് തിരിച്ചു പോന്നാൽ തന്നെ പിറ്റേന്ന് ചെല്ലുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാകണമെന്നില്ല. ദ്രോഹബുദ്ധിയുള്ള ആർക്ക് വേണമെങ്കിലും അത് മോഷ്ടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാം. കടലിൽ പണി കഴിഞ്ഞ് തിരിച്ചു കരയ്ക്കെത്തിയാൽ മീനും കൂടി വിറ്റ് പൈസയാക്കിയ ശേഷമേ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ. ചെല്ലിക്കടപ്പുറത്ത് കുറേയൊക്കെ മീൻ എമിലിയും കുഞ്ഞന്നയും ചേർന്ന് പതിവുകാരെ കണ്ടെത്തി വിറ്റു തീർത്തിരുന്നു. എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും പുതിയൊരു പൊന്തും വലകളും വാങ്ങി മറ്റേതെങ്കിലും കടപ്പുറത്ത് പോയി മീൻ പിടിക്കുക ദുഷ്കരമാണെന്ന് ശൗരിക്കുട്ടിക്ക് മനസ്സിലായി. പകൽ മുഴുവൻ ശൗരിക്കുട്ടി വിഷാദത്തിലും നിരാശതയിലും ആമഗ്നനായി തൂണും ചാരി തിണ്ണയിലിരുന്നു. നീ എന്നാ ശൗരിക്കുട്ടിയെ ചിന്തിച്ചു കൂട്ടണത്? എമിലി മനപ്രയാസത്തോടെ ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ലമ്മ. പണിയില്ലാണ്ട് എങ്ങനെ ജീവിക്കും? അത് രണ്ടാമത്. ആദ്യം നീ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം. നിന്റെ പൊന്തും വലയും ആരോ നശിപ്പിച്ചെന്നും പറഞ്ഞ്. പോലീസ് കള്ളനെ പിടിക്കുമമ്മ. കാരക്കാട്ട് സൈമൺ മുതലാളി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാനാ ശൗരിക്കുട്ടിയുടെ പൊന്തും വലയും നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ പോലും പോലീസുകാർ എന്തെങ്കിലും ചെയ്യോ? അങ്ങനെ കളഞ്ഞെങ്കിൽ അതിൻ്റെ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. മുതലാളി വീട്ടിൽ പോയാട്ടെ എന്ന് പറയും. ശൗരി അപ്പറഞ്ഞത് സത്യമാണെന്ന് എമിലിക്കും അറിയാം. സൈമൺ തരകൻ്റെ ഒരു രോമത്തിൽ പോലും തൊടില്ല പോലീസ്. എന്നാലും നീയൊരു പരാതി കൊടുത്തിട്ടേക്ക്. നിന്റെ പൊന്തും വലയും ആരോ നശിപ്പിച്ചിട്ട് നീയൊരു പരാതി പോലും പോലീസിൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അവരെ കൊണ്ട് ചോദിപ്പിക്കല്ല. അങ്ങനെ എമിലിയുടെ നിർബന്ധത്തിന് വഴങ്ങി ശൗരിക്കുട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. മറിയമ്മയുടെ അനുജത്തി റീനയാണ് എഴുത്തും വായനയും കഷ്ടിയായ ശൗരിക്കുട്ടിക്ക് പരാതി തയ്യാറാക്കി കൊടുത്തത്. റീന മരിയ വില്ലേജ് ഓഫീസിൽ ക്ലർക്കാണ്. ശൗരിക്കുട്ടി പിറ്റേന്ന് കാലത്ത് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി. മീശ പോലും മുളയ്ക്കാത്ത ഒരു ബാലൻ പരാതി കൊണ്ടുവന്നിരിക്കുന്നത് കണ്ട് റൈറ്റർ അയ്യപ്പന് കൗതുകമായി.
അയാൾ അവനെ അടുത്ത് വിളിച്ച് പരാതി വാങ്ങി വായിച്ചു നോക്കി. വായിക്കുന്നതിനിടയിൽ ആശ്ചര്യത്തോടെ അവൻ്റെ നേർക്ക് അയാൾ കണ്ണോടിക്കുന്നുണ്ടായിരുന്നു. നീ കടലിൽ പോയി മീൻ പിടിക്കുവാടാ? പിടിക്കും, അവൻ മറുപടി പറഞ്ഞു. നീ ഒറ്റയ്ക്ക് പോകും. നിനക്ക് പേടിയില്ലേ? എനിക്ക് കടലിനെ പേടിയില്ല, കരയ്ക്കുള്ള മനുഷ്യന്മാരെയാ പേടി. നിന്നെ ആര് പഠിപ്പിച്ചു മീൻ പിടിക്കാൻ? ഞാൻ 10ാമത്തെ വയസ്സിൽ കടലിൽ പോയതാ, വള്ളക്കാരുടെ കൂടെ. 10ാമത്തെ വയസ്സിലോ? അയ്യപ്പന് അത്ഭുതം. അതെന്താടാ ചെറിയ പ്രായത്തിൽ നീ കടലിൽ പോയത്? നീ സ്കൂളിൽ പോയി പഠിക്കേണ്ട പ്രായമല്ലേ? നിന്നെ സ്കൂളിൽ വിടാൻ നിനക്ക് തന്തയും തള്ളയും ഒന്നുമില്ലേ? ഉണ്ട്, പക്ഷെ ഞാൻ 4ാം ക്ലാസ്സിൽ വെച്ച് നിർത്തി. റൈറ്റർ അയ്യപ്പൻ മീൻപിടുത്തക്കാരനായ ശൗരിയെ സഹപ്രവർത്തകർക്കെല്ലാം കാട്ടിക്കൊടുത്തു. ഇവനെ കണ്ടോ? ഇവൻ കടലിൽ പോയി മീൻ പിടിച്ചിട്ട ഒരു കുടുംബം കഴിയുന്നേ. കടലിൽ പോയ കഥയും പറഞ്ഞു. നമ്മുടെ മക്കള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നേയുള്ളൂ. പോലീസുകാരിൽ പലരും ശൗരിക്കുട്ടിയെ ശ്രദ്ധിച്ചു. അവനോട് അവർ വെറുതെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു. ഒടുവിൽ റൈറ്റർ അയ്യപ്പൻ്റെ ചോദ്യം വന്നു. ആട്ടെ, നിനക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? നിന്റെ പൊന്തും വലയും നശിപ്പിക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും ചെല്ലിക്കടപ്പുറത്തുണ്ടോ? സൈമൺ തരകൻ്റെ പേര് നാവിൻ തുമ്പത്ത് വന്നെങ്കിലും അവൻ അത് വിഴുങ്ങി. എനിക്ക് ആരെയും സംശയം വരുന്നില്ല. നിനക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ശൗരിക്കുട്ടിക്ക് ശത്രുവുണ്ട്. അവനത് പറയാൻ അറച്ചു. നീ ധൈര്യമായിട്ട് പറഞ്ഞോടാ, നിന്റെ മനസ്സിലെന്തോ ഉണ്ടല്ലോ. ആരാ നിന്റെ ശത്രു? കാരക്കാട്ട് സൈമൺ മുതലാളി. കാരക്കാട്ട് സൈമൺ തരകൻ നിന്റെ ശത്രുവോ? റൈറ്റർ അയ്യപ്പൻ ഉറക്കെ ചിരിച്ചു. അത് കൊള്ളാവല്ലോ. അയാളുടെ മുൻപിൽ നീ ഒരു ഈച്ചയോ കൊതുകോ അല്ലേടാ. നീ അയാളുടെ ശത്രുവാണെന്ന് പറയുന്നത് തന്നെ അയാൾക്ക് ഭയങ്കര നാണക്കേടായിരിക്കും. എന്തിനാ നിന്നോട് അയാൾക്ക് ശത്രുത? വീണ്ടും ശൗരിക്കുട്ടി പറയാനറച്ചു. പേടിക്കണ്ട, പറഞ്ഞോ. നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പോണില്ല. ചെല്ലിക്കടപ്പുറത്തുകാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണ സൈമൺ മുതലാളി എൻ്റെ അപ്പനാണെന്ന്. മുറുക്കാൻ ചവച്ചുകൊണ്ടിരുന്ന റൈറ്റർ അയ്യപ്പൻ ചവയ്ക്കൽ നിർത്തി. എന്നിട്ട് ശൗരിയെ അടിമുടി നോക്കി. നിന്റെ അപ്പൻ കാരക്കാട്ട് സൈമൺ തരകനാണെന്നോ? നാട്ടുകാരെ അങ്ങനെ പറയണ. നിനക്ക് തോന്നുന്നുണ്ടോടാ അത് സത്യമാണെന്ന്? എനിക്കറിയാൻ മേല. നിന്റെ അമ്മയോട് നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ അത് സത്യമാണോന്ന്? അമ്മയോട് ഞാൻ ചോദിച്ചു. അമ്മ പറഞ്ഞു അല്ലെന്ന്. എന്നിട്ടും നാട്ടുകാർ പറയുന്നു നിന്റെ അപ്പൻ സൈമൺ തരകനാണെന്ന്. ശരി, ആ വിവരം സൈമൺ തരകൻ അറിയാമോ? അറിയാമെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാ നിനക്കങ്ങനെ തോന്നിയത്? സൈമൺ മുതലാളിക്ക് എന്നെ കണ്ടുകൂടാ. എന്നെ കാണുമ്പോൾ കൊല്ലാൻ നോക്കണ പോലെ നോക്കും. ഞാൻ ആദ്യം ജീസസ് വള്ളത്തില കടലിൽ പണിക്ക് പോയിക്കൊണ്ടിരുന്നേ. ഒരു ദിവസം വള്ളക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കിനി ജീസസ് വള്ളത്തിൽ പണിയില്ലെന്ന്. എന്നെ ആ വള്ളത്തിൽ കയറ്റരുതെന്ന് സൈമൺ മുതലാളി പറഞ്ഞേക്കണ്. ശൗരിക്കുട്ടി തുടർന്ന് സെൻറ് തോമസ് വള്ളത്തിൻ്റെ കഥയും ചെല്ലാനത്ത് ശ്രീമുരുകനിൽ പോയ കഥയും ചെറിയഴിക്കൽ പണിക്ക് പോയ കഥയും പറഞ്ഞു. പോലീസുകാർക്ക് ശൗരിക്കുട്ടിയോട് സഹതാപമായി. അവർ പരാതി വാങ്ങിവെച്ച് SI സ്റ്റേഷനിൽ വരുമ്പോൾ ഏൽപ്പിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ച് ശൗരിക്കുട്ടിയെ തിരിച്ചയച്ചു. SI മനോജ് കുര്യൻ എത്തിയപ്പോൾ റൈറ്റർ അയ്യപ്പൻ ശൗരിക്കുട്ടിയുടെ പരാതിയെപ്പറ്റി ഒരു വിചിത്ര കഥയെന്ന പോലെ പറയുകയും പരാതി ഏൽപ്പിക്കുകയും ചെയ്തു. SI അത് ഓടിച്ചു വായിച്ച ശേഷം റൈറ്ററെ തിരിച്ചേൽപ്പിച്ചു. എന്നിട്ട് ഉടൻ തന്നെ സൈമൺ തരകനെ ഫോണിൽ വിളിച്ച് പരാതിയെപ്പറ്റി പറഞ്ഞു. മുതലാളിയാണ് അവൻ്റെ നമ്പർ 1 ശത്രു എന്നാണ് അവനിവിടെ പോലീസുകാരോട് പറഞ്ഞത്. കാരണം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ന്യായം സൈമൺ മുതലാളി അവൻ്റെ തന്തയാണെന്ന് നാട്ടുകാരൊക്കെ അടക്കം പറയുന്നത്രേ. മനോജെ, അവൻ ഭൂലോക ചെറ്റയാ. കടപ്പുറത്തെ എണ്ണം പറഞ്ഞ ഒരു തേവിടിച്ചിയ അവൻ്റെ അമ്മ. എനിക്കെതിരെ പരാതി പറഞ്ഞവനെ വെറുതെ വിടല്ല. സൈമൺ തരകൻ പൊട്ടിത്തെറിച്ചു. പക്ഷേ അവൻ ബുദ്ധിയുള്ളവനാ. പരാതിയിൽ നിങ്ങൾക്കെതിരെ ഒന്നും എഴുതിയിട്ടില്ല. എന്നാലും അവൻ നാണം കെട്ടൊരു ആക്ഷേപം പറഞ്ഞല്ല. എൻ്റെ പേര് ചേർത്ത് നിങ്ങൾ ചെല്ലിക്കടപ്പുറത്ത് പോയി അന്വേഷിപ്പിക്കണം അവൻ്റെ തന്ത ആരാണെന്ന്. ആരെങ്കിലും എൻ്റെ പേര് പറഞ്ഞ അവൻ്റെ പൊന്തും വലയും നശിപ്പിച്ച കുറ്റം കൂടി ഞാൻ ഏറ്റോളാം. ഇല്ലെങ്കിൽ അവനെ കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിലിട്ട് ഇടിച്ച് അവൻ്റെ കൂമ്പൊടിക്കണം. എനിക്കെതിരെ അവൻ വളർന്നു വരല്ല. അത്രയ്ക്കൊക്കെ വേണോ സൈമൺ മുതലാളി? വേണം. അവൻ എനിക്കെതിരെ അപവാദം പറഞ്ഞവനാ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. തനിക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ക്വാർട്ടേഴ്സിലോട്ട് എത്തിച്ചു തന്നോളാം. അല്ലെങ്കിൽ എൻ്റെ റിസോർട്ടിലോട്ട് വന്നാൽ മതി. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. താൻ പോയി അന്വേഷിക്കണം. ഡൂക്കിലി പോലീസുകാരെ വിട്ടാൽ പോരാ. സൈമൺ മുതലാളി ശടിച്ചു. മനോജ് കുര്യൻ പോകാമെന്നേറ്റു. സൈമൺ തരകനെ പിണക്കുന്നത് ബുദ്ധിയല്ലെന്ന് അയാൾക്കറിയാം. ഉച്ചതിരിഞ്ഞ നേരത്ത് SIയും 2 പോലീസുകാരും ചെല്ലിക്കടപ്പുറത്തെത്തി. ശൗരിക്കുട്ടിയുടെ വീട് തീരദേശവാസികളിലൊരാൾ പോലീസിന് കാണിച്ചു കൊടുത്തു. മൺറോഡിൽ പോലീസ് ജീപ്പ് നിർത്തിയിട്ട ശേഷം SI മനോജ് കുര്യൻ ശൗരിയുടെ വീട്ടിലേക്ക് പോലീസുകാരെ അയച്ചു. അവർ ചെന്നപ്പോൾ ഓലമെടഞ്ഞുകൊണ്ട് മുറ്റത്തിരുന്ന കുഞ്ഞന്ന എഴുന്നേറ്റ് ഭവ്യതയോടെ നിന്നു.
ശൗരിക്കുട്ടിയില്ലേ ഇവിടെ? പോലീസുകാരൻ തിരക്കി. ഉണ്ട്, കുഞ്ഞണ്ണ പറഞ്ഞു. വിളിക്ക്, പോലീസ് കൽപ്പിച്ചു. കുഞ്ഞണ്ണ പിന്നാമ്പുറത്ത് ചെന്ന് കിട്ടിയ സമയത്തിനുള്ളിൽ തോട്ടിൽ ചൂണ്ടയിട്ട് കിട്ടിയ മീൻ എമിലിക്കൊപ്പം ഇരുന്ന് വെട്ടി വൃത്തിയാക്കുകയാണ് ശൗരിക്കുട്ടി. എമിലി, പോലീസ് വന്നേക്കണ, ശൗരിക്കുട്ടിയെ വിളിക്കാൻ പറഞ്ഞു. എമിലിയുടെ നെറ്റി ചുളിഞ്ഞു. ശൗരിക്കുട്ടി എഴുന്നേറ്റ് മീൻ ചെതുമ്പിൽ പറ്റിപ്പിടിച്ച കൈകൾ കഴുകിയ ശേഷം മുൻവശത്തേക്ക് ചെന്നു. നിന്നെ SI അദ്ദേഹം വിളിക്കുന്നു. ദാ അവിടെ ജീപ്പിലിരിപ്പുണ്ട്, പോലീസുകാരൻ പറഞ്ഞു. ശൗരിക്കുട്ടി ജീപ്പിനടുത്തേക്ക് നടന്നു. തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്തതിനാൽ അവന് ഭയമൊന്നും തോന്നിയില്ല. അവൻ ജീപ്പിനടുത്തെത്തിയപ്പോൾ SI മനോജ് കുര്യൻ മുൻസീറ്റിലിരുന്നു കൊണ്ട് അവനെ അടിമുടി നോക്കി. കേരട ജീപ്പിൽ, അയാൾ ആജ്ഞാപിച്ചു. ശൗരിക്കുട്ടി അമ്പരന്നു. പോലീസുകാർ അവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ടുപോയി ജീപ്പിൻ്റെ പിൻവാതിൽ തുറന്ന് അതിലൂടെ അകത്തു കയറ്റിയിരുത്തി. ജീപ്പ് ചലിച്ചു തുടങ്ങി. എമിലിയും കുഞ്ഞണ്ണയും വീട്ടുമുറ്റത്ത് പരിഭ്രാന്തരായി നിന്നു. അധ്യായം 10. ശൗരിക്കുട്ടിയെ പോലീസ് കടപ്പുറത്തേക്ക് കൊണ്ടുപോയി. തെങ്ങിൻ തണലിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നവർ പോലീസിനെ കണ്ട് എഴുന്നേറ്റ് പരക്കം പാഞ്ഞു. മീൻ പരത്തുന്നവരും വലമാടുന്നവരും കടലിൽ പോകാൻ ഒരുക്കങ്ങൾ നടത്തുന്നവരും പോലീസിനെ കണ്ട് അന്തം വിട്ടു. എവിടെയാടാ നിന്റെ പൊന്തും വലയും പൊളിച്ചിട്ട സ്ഥലം? മനോജ് കുര്യൻ തിരക്കി. അങ്ങോട്ട് വണ്ടി പോവത്തില്ല, മണല, ശൗരിക്കുട്ടി പറഞ്ഞു. പോലീസുകാർ ശൗരിക്കുട്ടിയെ ജീപ്പിൽ നിന്നിറക്കി. 2 പോലീസുകാർ ശൗരിയോടൊപ്പം ചെന്നു. പൊന്തും വലയും നശിപ്പിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ ശൗരിക്കുട്ടി പോലീസിന് കാട്ടിക്കൊടുത്തു. നിന്റെ പൊന്തിനും വലയ്ക്കും പൂട്ടുണ്ടായിരുന്നോടാ? ഒരു പോലീസുകാരൻ ചോദിച്ചു. ശൗരിക്കുട്ടി കൈമലർത്തി. എടാ, വിലപിടിച്ച സാധനങ്ങളൊക്കെ പൂട്ടിക്കെട്ടി വെക്കണ്ടേ? വെറുതെ കടപ്പുറത്ത് വലിച്ചെറിഞ്ഞ പോലെ ഇട്ടാ ആരെങ്കിലും അടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ നശിപ്പിക്കും. സാറേ, കടവത്ത് വള്ളത്തിനും വലയ്ക്കും ഒന്നിനും പൂട്ടില്ല, ആരും കട്ടോണ്ട് പോകത്തുമില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? എന്നോട് ദേഷ്യമുള്ളവർ ചെയ്തതാ, ശൗരിക്കുട്ടി പറഞ്ഞു. പോലീസ് അവനെ ജീപ്പിനടുത്തേക്ക് കൊണ്ടുവന്നു. SI മനോജ് കുര്യൻ ജീപ്പിൽ നിന്നിറങ്ങി. കടപ്പുറത്തുണ്ടായിരുന്ന ആളുകളെ ജീപ്പിനടുത്തേക്ക് വിളിപ്പിച്ചു. ഈ ശൗരി കടലിൽ കൊണ്ടുപോകുന്ന പൊന്തും വലയും ആരെങ്കിലും നശിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? മനോജ് കുര്യൻ എല്ലാവരോടുമായി ചോദിച്ചു. കണ്ടവരാരുമില്ല. ഈ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ടെങ്കിൽ പറയ. ആർക്കും ഒന്നും പറയാനില്ല. കണ്ടതായിട്ട് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? അതിനുമില്ല ഉത്തരം. അപ്പോൾ ആരും കണ്ടിട്ടില്ല. രാത്രിയിൽ ആരാണ്ട് ചെയ്തതാ സാറേ. എങ്ങനെ കാണാനാ? ഞങ്ങളെല്ലാം ഉറക്കമല്ലായിരുന്നോ? അപ്പായി ധൈര്യസമേതം പറഞ്ഞു. നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? SI ചോദിച്ചു. ശൗരിക്കുട്ടി പ്രതീക്ഷയോടെ ഓരോരുത്തരെയും നോക്കി. ആരെങ്കിലും സൈമൺ മുതലാളിയുടെ പേർ പറയുമോ? ഇല്ല. സൈമൺ മുതലാളിയുടെ കൂലിക്കാരുടെ പേര് ആരെങ്കിലും പറയുമോ? അതുമില്ല. ആളുകൾ പരസ്പരം നോക്കുകയാണ്. ആരെയെങ്കിലും സംശയമുണ്ടോടാ? ഇല്ല സാറേ, അപ്പായി തന്നെ ആദ്യം പറഞ്ഞു. മറ്റുള്ളവർ അതുതന്നെ ഏറ്റുപറഞ്ഞു. ഈ ശൗരിയുടെ അമ്മയാരാ? എമിലിന്ന് പേരുള്ള ഒരു സ്ത്രീയാ, ഒരാൾ വെളിപ്പെടുത്തി. ഇവൻ്റെ അപ്പനാരാ? ആരും മിണ്ടുന്നില്ല. ചോദിച്ചത് കേട്ടില്ലേടാ? മനോജ് കുര്യൻ വലതു കൈയിലിരുന്ന ലാത്തി ഇടതു കൈവച്ച് തടവിക്കൊണ്ട് ഓരോരുത്തരെയും മാറി മാറി നോക്കി. ഇവൻ്റെ അപ്പൻ ആരാണെന്ന് നിങ്ങൾക്കാർക്കും അറിയത്തില്ലേ? ആരാടാ ഇവൻ്റെ അപ്പൻ? അപ്പായിയോടാണ് ചോദ്യം. എനിക്കറിയത്തില്ല സാറേ, അപ്പായി പറഞ്ഞു. ഇവൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് ആരുടെയെങ്കിലും പേര് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോടാ? SI ചോദിച്ചപ്പോൾ കേട്ടുനിന്നവരുടെ മനസ്സിലും നാവിൻ്റെ തുമ്പത്തും കാരക്കാട്ട് സൈമൺ തരകൻ എന്ന പേര് വിളഞ്ഞു വന്നതാണ്. പക്ഷേ കാറ്റ് പിടിച്ച പോലെ അത് അവിടെ തന്നെ നിന്നുപോയി. നിങ്ങളിൽ ആർക്കെങ്കിലും ആരെയെങ്കിലും സംശയമുണ്ടോടാ ഇവൻ്റെ അപ്പൻ ആരാണെന്ന്? അപ്പോഴും സൈമൺ തരകൻ്റെ പേര് പലരുടെയും നാവിൻ തുമ്പുവരെ വന്നു. പക്ഷേ അത് ശബ്ദമായി പുറത്തേക്ക് വന്നില്ല. അവനെ ജീപ്പിലോട്ട് കയറ്റ്. ശൗരിക്കുട്ടിയുടെ നേർക്ക് ലാത്തി നീട്ടിയിട്ട് പോലീസുകാരോട് നിർദ്ദേശിച്ചു. പോലീസ് ശൗരിക്കുട്ടിയെ ജീപ്പിൽ കയറ്റി. അക്രമികൾ നശിപ്പിച്ച പൊന്തും വലയും പോലീസിന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് പോലീസ് ശൗരിക്കുട്ടിയെ കടപ്പുറത്തേക്ക് കൊണ്ടുപോയതെന്ന് വിചാരിച്ച് വീടിൻ്റെ പിന്നാമ്പുറത്തിറങ്ങി പടിഞ്ഞാറോട്ട് കണ്ണു നട്ടു നിൽക്കുകയായിരുന്നു എമിലിയും കുഞ്ഞണ്ണയും അയൽക്കാരികളും. കടപ്പുറത്ത് പോലീസ് ജീപ്പ് നിൽക്കുന്നതും ആളുകൾ ജീപ്പിനടുത്തേക്ക് വരുന്നതും ഒടുവിൽ പോലീസ് തിരിച്ചു പോകുന്നതും എമിലിയും കൂട്ടരും കണ്ടു. ശൗരിക്കുട്ടിയെ കൊണ്ടുപോയോ? കാണുന്നില്ലല്ലോ. കുഞ്ഞണ്ണ കണ്ണിന് മീതെ കൈപ്പടം വെച്ച് കടപ്പുറത്ത് കണ്ണോടിച്ചുകൊണ്ട് പിറുപിറുത്തു. അതെന്തിനാ അവനെ കൊണ്ടുപോണേ? മറിയമ്മ ചോദിച്ചു. അത് ശരിയാണല്ലോ. എമിലി സംശയത്തോടെ റോഡിന് നേർക്ക് നീങ്ങി. പോലീസ് ജീപ്പ് പൊടി പറത്തി റോഡിലൂടെ വരുന്നുണ്ടായിരുന്നു. എമിലി റോഡരികിലെത്തിയപ്പോഴേക്കും കടന്നുപോയി. ജീപ്പിലെ പിൻസീറ്റിൽ പോലീസുകാർക്കിടയിൽ ശൗരിക്കുട്ടി ഇരിക്കുന്നത് എമിലി അവ്യക്തമായി കണ്ടു. ജീപ്പ് നിർത്തി ശൗരിക്കുട്ടിയെ അവിടെ ഇറക്കുമെന്ന പ്രതീക്ഷയിൽ എമിലി നോക്കി നിന്നു. പക്ഷേ പോലീസ് ജീപ്പ് വളവുകൾ തിരിഞ്ഞ് അവളുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മറഞ്ഞു.
പോലീസ് ശൗരിക്കുട്ടിയെ വീണ്ടും സ്റ്റേഷനിലെത്തിച്ചു. അവനെ ലോക്കപ്പ് ചെയ്തേക്ക് മനോജ് കുര്യൻ ആജ്ഞാപിച്ചു. അയാൾ അപ്പോൾ തന്നെ സൈമൺ തരകനെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. ഞങ്ങൾ ശൗരിയെയും കൊണ്ട് ചെല്ലിക്കടപ്പുറത്ത് പോയി. അവൻ്റെ പൊന്തും വലയും ആരാണ് നശിപ്പിച്ചതെന്ന് ആർക്കും അറിയില്ല. ഒരൊറ്റ ദൃക്സാക്ഷി പോലുമില്ല. കടപ്പുറത്തുള്ള ആരെങ്കിലും എന്നെയോ എൻ്റെ ആളുകളെയോ സംശയിക്കുന്നുണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, ആരും പറഞ്ഞില്ല. എനിക്കെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ഇല്ല, ഒരു തെളിവുമില്ല. അവൻ്റെ അപ്പൻ ആരാണെന്ന് അന്വേഷിച്ചോ? അന്വേഷിച്ചു. ആരെങ്കിലും പേര് പറഞ്ഞോ? ഇല്ല. അതിനർത്ഥം എന്താടോ? ആർക്കും അറിയില്ല അവൻ്റെ തന്ത ആരാണെന്ന്. അത്രയ്ക്ക് തറ വേശിയ അവൻ്റെ തള്ള. മനസ്സിലായി മുതലാളി. അവൻ്റെ തന്തയുടെ സ്ഥാനത്ത് എൻ്റെ പേര് പറഞ്ഞ അവനെ എന്നാ ചെയ്യേണ്ടത്? മുതലാളി പറഞ്ഞാൽ മതി. ഇടിച്ച് അവൻ്റെ കൂമ്പൊടിച്ചേക്ക്. 4-5 ദിവസം ലോക്കപ്പിലിട്ട് പെരുമാറിക്കോ. ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 3 മാസത്തിൽ കൂടുതൽ അവൻ ജീവിച്ചിരിക്കണ്ട. അത് ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ വേറൊരു കാര്യം, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ അവൻ ഈ നാട്ടിലുണ്ടാവില്ല. വേറെ എവിടെയെങ്കിലും പോയി ഒടുങ്ങട്ട്. ഇടിച്ച് പത വരുത്തിയിട്ടാണെങ്കിലും അതവനെക്കൊണ്ട് സമ്മതിപ്പിക്കണം. എന്നിട്ടേ പുറത്തോട്ട് വിടാവൂ. അതും SI മനോജ് കുര്യൻ ഏറ്റു. ഇപ്പം ബംഗ്ലാവിലോട്ട് വന്ന ഞാനൊരു സാധനം തന്നയക്കാം. സൈമൺ തരകൻ ക്ഷണിച്ചു. ഒട്ടും സമയം കളയാതെ മനോജ് കുര്യൻ കാരക്കാട്ട് ബംഗ്ലാവിലേക്ക് പോലീസ് ജീപ്പിൽ തന്നെ പോയി. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്ററിൽ താഴെ ദൂരമേയുള്ളൂ കാരക്കാട്ട് ബംഗ്ലാവിലേക്ക്. വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടും ശൗരിക്കുട്ടിയെ കാണാഞ്ഞ് എമിലി രണ്ടും കൽപ്പിച്ച് ഡെനിച്ചിനെയും കൂട്ടി അർത്തുങ്കൽ സ്റ്റേഷനിൽ വന്നു. ശൗരിക്കുട്ടിയെപ്പറ്റി ചോദിച്ചപ്പോൾ അവിടെ ആർക്കും അറിയില്ല, ഇവിടില്ല എന്നായിരുന്നു മറുപടി. ഈ സ്റ്റേഷനില അവൻ പരാതി തരാൻ വേണ്ടി വന്നേ. ഈ സ്റ്റേഷനിലെ ജീപ്പില അവനെ ചെല്ലിക്കടപ്പുറത്ത് കൊണ്ടുവന്നേ. ഇവിടുത്തെ പോലീസുകാർ എൻ്റെ വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നു. എമിലി സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാരോട് തർക്കിച്ചു. റൈറ്റർ അയ്യപ്പൻ സ്റ്റേഷൻ വരാന്തയിലേക്ക് ഇറങ്ങി വന്ന് എമിലിയോട് പറഞ്ഞു, SI ഇപ്പം ഇവിടെ ഇല്ല. നിങ്ങളുടെ മകൻ്റെ പരാതി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവനെ ഇപ്പോൾ ലോക്കപ്പിലിട്ടിരിക്കുക. SI വരുമ്പം വന്ന് കാണാ. എന്തിനാ അവനെ ലോക്കപ്പിലിട്ടത്? അവൻ്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ പേര് നാട്ടുകാരൊക്കെ പറയണ കേട്ടിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു പോയി. അതിനാ അവനെ പിടിച്ച് ലോക്കപ്പിലിട്ടിരിക്കുന്നേ. റൈറ്റർ അയ്യപ്പൻ വെളിപ്പെടുത്തി. അവൻ പറഞ്ഞത് സത്യമ്മ സാറേ. കാരക്കാട്ട് സൈമൺ തന്നെയാ അവൻ്റെ അപ്പൻ. നിങ്ങളുടെ SIയോട് ഞാൻ പറയാം. അയാൾ എന്നെ കൂടെ പിടിച്ച് അകത്തോട്ടിട്ട്. കാരക്കാട്ട് സൈമൺ തരകൻ തന്നെ അവൻ്റെ അപ്പൻ. സംശയമുണ്ടെങ്കിൽ DNA ടെസ്റ്റ് നടത്തി നോക്കാൻ പറ. എമിലി വീറോടെ വിളിച്ചു പറയുന്നത് കേട്ട് സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം ശ്രദ്ധിച്ചു. റൈറ്റർ അയ്യപ്പനും ഒന്നമ്പരന്നു. അയാൾ സ്വകാര്യമായി എമിലിയോട് പറഞ്ഞു, നിങ്ങൾ വെല്ലുവിളിക്കാൻ നിൽക്കാതെ SI വരുമ്പം കയ്യെ കാലെ പിടിച്ച് മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ ചെറുക്കനെ വിളിച്ചിറക്കിക്കൊണ്ട് പോ. അങ്ങനെ ഒരു SIയുടെയും കാല് പിടിക്കേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ മോനെ അയാൾ തിന്നുന്നെങ്കിൽ തിന്നിട്ട്. അവൻ്റെ പൊന്തും വലയും നശിപ്പിച്ചതിന് പരാതി തരാൻ വന്നവനവൻ. എന്നിട്ട് അവനെ പിടിച്ച് പ്രതിയാക്കിയിട്ട് കാല് പിടിക്കാനോ? എൻ്റെ പട്ടി പിടിക്കും. കാരക്കാട്ട് സൈമൺ മുതലാളി 15 കൊല്ലം മുൻപ് മീൻകുടത്തിലിട്ട് എന്നെ ബലാത്സംഗം ചെയ്ത ചരിത്രം ചെല്ലിക്കടപ്പുറത്തുകാർക്ക് മുഴുവൻ അറിയാം. അവൻ കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകനാണെന്ന വിവരവും എല്ലാവർക്കും അറിയാം. നാട്ടുകാർ അങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞതാ ഇപ്പോൾ വലിയ കുറ്റം. എമിലി ഒച്ച വെച്ച് അർത്തുങ്കൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി. നല്ല വള്ളിക്കെട്ടാണല്ലേ SI പിടിച്ചിരിക്കുന്നത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജയൻ പിള്ള ആരോടെന്നില്ലാതെ പറഞ്ഞു. ആ ചെറുക്കനെ തൊട്ട് കളിച്ചാൽ കൈ നാറുന്ന ലക്ഷണമാ. കാരക്കാട്ട് ബംഗ്ലാവിലെ മദ്യസൽക്കാരവും വെടിവട്ടവും കഴിഞ്ഞു. ദക്ഷിണയും കൈപ്പറ്റി മനോജ് കുര്യൻ സ്റ്റേഷനിലെത്തിയപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. അയാൾ ലോക്കപ്പ് തുറപ്പിച്ച് ശൗരിക്കുട്ടിയുടെ മുന്നിലെത്തി ബകാസുരനെ പോലെ മസിൽ വിറപ്പിച്ചു നിന്നു. കുനിഞ്ഞു നിൽക്കടാ, അയാൾ ശൗരിക്കുട്ടിയോട് ആജ്ഞാപിച്ചു. ശൗരിക്കുട്ടി കുനിഞ്ഞു. 2 കാൽമുട്ടിലും കൈപ്പത്തി ഊന്നിക്കൊണ്ട് കുനിഞ്ഞു നിൽക്കടാ. ശൗരിക്കുട്ടി അങ്ങനെ തന്നെ ചെയ്തു. ഒരു സിവിൽ പോലീസ് ഓഫീസർ ലോക്കപ്പിൻ്റെ വാതിൽക്കലേക്ക് വന്നു. സാറേ, ഇവൻ്റെ അമ്മ വൈകുന്നേരത്ത് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ആഹാ, വന്നിട്ട് എന്തു പറഞ്ഞു? ആ മോള് എന്തോ പറഞ്ഞു? മനോജ് കുര്യൻ ശൗരിക്കുട്ടിയുടെ പുറത്ത് കൈപ്പത്തി അമർത്തി ഉരസിക്കൊണ്ട് ചോദിച്ചു. അവളുടെ മോനെ കൊന്നു തിന്നോളാൻ പറഞ്ഞിട്ട് പോയി. ശൗരിക്കുട്ടിയുടെ മുതുകിൽ കൂടുതൽ പരപ്പ് തോന്നിയ ഭാഗത്ത് മനോജ് കുര്യൻ ആഞ്ഞുരടിയടിച്ചു. ഒരു മരം പിഴുത് ദേഹത്തു വീണ പോലെ ശൗരിക്കുട്ടിയുടെ ഉടൽ ഉലഞ്ഞു. എന്നിട്ട് പിന്നെന്തൊക്കെ പറഞ്ഞു? SI വീണ്ടും ശൗരിക്കുട്ടിയുടെ പുറത്ത് പരതിക്കൊണ്ട് ചോദിച്ചു. ഇവൻ കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകൻ തന്നെയാണെന്ന്. 15 കൊല്ലം മുൻപ് കാരക്കാട്ട് സൈമൺ മുതലാളി അവളെ ബലാത്സംഗം ചെയ്തെന്ന്. ശൗരിയുടെ മുതുകിൽ വീണ്ടും ഇടിവെട്ടി. നട്ടെല്ല് പൊട്ടിയതുപോലെ ഒരു വേദന തലയുടെ പിൻഭാഗത്തു നിന്ന് തുടങ്ങി കാൽവിരൽ തുമ്പുവരെ പാഞ്ഞു.
മനോജ് കുര്യൻ അവൻ്റെ ഷർട്ടിനടിയിലൂടെ വയറിൽ പരതാൻ തുടങ്ങി. പൊക്കൽക്കുഴി കണ്ടുപിടിച്ച് അതിലേക്ക് ചൂണ്ടുവിരൽ തിരികെ കയറ്റിയിട്ട് തല തിരിച്ച് സിവിൽ പോലീസ് ഓഫീസറോട് ചോദിച്ചു, നായിൻ്റെ മോൾ വേറെ എന്തൊക്കെ പറഞ്ഞു? ശൗരിക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയ സിവിൽ പോലീസ് ഓഫീസർ പിന്നെ വായ തുറന്നില്ല. അടുത്ത ഭാഗം നാളെ.